എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ശരിക്കും പറഞ്ഞാൽ നമ്മൾ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങണമെന്നാണ് ആഗ്രഹം. ഈ സംഭവം നടന്ന അന്നു മുതൽ ശ്രീ MK രാഘവൻ സാറ്, AK അഷ്റഫ് MLA, ശ്രീ KC വേണുഗോപാൽ, അതുപോലെ തന്നെ സതീഷ് സേൽ MLA, കാർവാർ MLA സതീഷ് സേൽ, പിന്നെ മറ്റ് MLA മാർ, പിന്നെ കേരള ചീഫ് മിനിസ്റ്റർ ശ്രീ പിണറായി വിജയൻ, അതുപോലെ തന്നെ കർണാടക ചീഫ് മിനിസ്റ്റർ സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, മറ്റ് മന്ത്രിമാർ, MP മാർ, കേരളത്തിൽ നിന്നുള്ള മറ്റ് ജനപ്രതിനിധികൾ, പൊതുസമൂഹം, അതിലുപരി ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ കൂടെ നിന്ന മാധ്യമ സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ ഈശ്വർ മാൽപേ സംഘം, മറ്റ് മുങ്ങൽ വിദഗ്ധർ, നേവി, SDRF, NDRF, കർണാടക പോലീസ്, പിന്നെ മനാഫ്ക, മുബീൻക, ഇവരെല്ലാം നമ്മൾ ഒരുമിച്ച് കൂടെ നിന്ന് മുന്നോട്ട് നീങ്ങിയത് കൊണ്ടാണ് ഈ ഒരു കാര്യം നമുക്ക് അസാധ്യമെന്നൊരു കാര്യം നമ്മൾ സാധിച്ചെടുത്തത്. തീർച്ചയായിട്ടും നമുക്ക് ഓരോ ഘട്ടമായിട്ട് തന്നെയായിരുന്നു അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ നടന്നത്. ഒന്നാം ഘട്ട തെരച്ചിലിൽ ജൂലൈ 16 നമുക്ക് ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നതും അർജുനെ അവിടെ നഷ്ടപ്പെടുന്നതും. അന്ന് വൈകിട്ടോടെ അല്ലെങ്കിൽ അന്ന് അർദ്ധരാത്രിയോടെയാണ് ഞാനും അർജുൻ്റെ ഇളയ സഹോദരനായ അഭിജിത്തും അർജുൻ്റെ കസിനായ പ്രസാദും കൂടി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറി പോകുന്നത്. വളരെ വൈകാരികമായിട്ടുള്ളൊരു നിമിഷമായിരുന്നു അന്നത്തെ ആ ദിവസങ്ങൾ. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം, അന്ന് കിട്ടിയ പ്രാഥമിക ഇൻഫർമേഷൻ, അർജുൻ ആ ലാൻഡ് സ്ലൈഡിൽ പെട്ടു. ലോറി നമുക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷേ അർജുനെ കിട്ടിയിട്ടില്ല എന്നൊരു പ്രാഥമിക വിവരമായിരുന്നു അന്ന് ഞങ്ങൾക്ക് ലഭിച്ചിരുന്നത്. വളരെ അന്ന് അത് വിളിക്കുമ്പോൾ എൻ്റെ ഭാര്യ അഞ്ജു എൻ്റെ കൂടെ ഉണ്ട്. അതിവൈകാരികമായൊരു നിമിഷമായിരുന്നു അന്ന്. എന്തൊക്കെയോ ഞങ്ങൾ കൈ കിട്ടി എൻ്റെ ഡ്രസ്സ് എടുത്ത് അവൾ ബാഗ് എടുത്തു തന്നു. 5-10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ഇറങ്ങി. കരഞ്ഞിട്ടുകൊണ്ടാണ് ഞാനിത് അന്ന് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നത്. അപ്പോൾ ഇവിടെ പോകുമ്പോൾ ഞങ്ങൾ കസിനെയും കൂട്ടി അഭിജിത്ത് അവിടെ എത്തുകയും ചെയ്തു. അങ്ങനെ ആ ദിവസം നമുക്ക് അറിയാവുന്നതുപോലെ അവിടെ തിരച്ചിലുകളിലെ അനാസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഒരുപാട് കാര്യങ്ങൾ അന്ന് നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ തിരച്ചിൽ ഒരുപാട് പിന്നെ നാടകീയ രംഗങ്ങൾ, സംഘർഷങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ തിരച്ചിൽ അവസാനിക്കുന്നത് നമ്മൾ എല്ലാവർക്കും അറിയുന്നത് പോലെ അർജുൻ്റെ വാഹനം വെള്ളത്തിൽ ആണ് അല്ലെങ്കിൽ പുഴയിലാണ് എന്ന കർണാടകയുടെ ഔദ്യോഗികമായിട്ടുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ആ തിരച്ചിൽ അവസാനിക്കുന്നത്. അന്ന് പറഞ്ഞിരുന്നത്, സതീഷ് സേൽ MLA പറഞ്ഞിരുന്നത്, നമ്മൾ ഡ്രഡ്ജർ കൊണ്ടുവന്നിട്ടുള്ളൊരു തിരച്ചിൽ മാത്രമേ ഇനി സാധ്യമാകൂ എന്ന ഒരു അടിസ്ഥാന വിവരത്തിൻ്റെ പുറത്താണ് നമ്മൾ അന്ന് തിരച്ചിൽ 4 ദിവസത്തിന് ശേഷമേ ഇനി തിരച്ചിൽ പുനരാരംഭിക്കൂ എന്ന ഒരു വിവരത്തിന്മേലാണ് നമ്മൾ അന്ന് പിരിഞ്ഞിരുന്നത്. എന്നിരുന്നാലും പിന്നീടുള്ള ഒരു അപ്ഡേഷൻ, എന്താന്ന് പറഞ്ഞാൽ ഡ്രഡ്ജർ കൊണ്ടുവരുന്നതിലെ അനാസ്ഥയും അതുപോലുള്ള കാലതാമസവും അതിലുണ്ടായി. അതിലെ കൂടുതൽ വിവാദങ്ങളിലേക്കൊന്നും നമ്മൾ ഇപ്പോൾ കടക്കുന്നില്ല. അങ്ങനെ രണ്ടാം ഘട്ട തിരച്ചിൽ പുനരാരംഭിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഇവിടുന്ന് ഞാനും പിന്നെ ഭാര്യ അഞ്ജും ഇവിടുന്ന് കുടുംബത്തിലെല്ലാവരും KC വേണുഗോപാൽ സാറെ വിളിക്കുകയും ഈ പ്രശ്നങ്ങൾ ഇനി എത്രയും പെട്ടെന്ന് തുടങ്ങണം, ഡ്രഡ്ജർ തൃശ്ശൂരിൽ നിന്നുള്ള ഡ്രഡ്ജർ അവിടെ എത്തുന്നതിന് സാങ്കേതികമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടെന്ന് അറിയിക്കുകയും അത് പ്രകാരം ഞങ്ങൾ പിന്നെ KC വേണുഗോപാൽ സാറിനെ ഡയറക്റ്റ് ബന്ധപ്പെട്ടത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ ഇരുന്ന് സാറിനെ വിളിച്ച് സാറിന് ആദ്യം വിളിച്ചപ്പോൾ കിട്ടിയില്ല. പിന്നെ രണ്ടാമത് സാർ ഇങ്ങോട്ട് തിരിച്ചു വിളിക്കുകയായിരുന്നു ചെയ്തത്. അഞ്ജുവിൻ്റെ ഫോണിലേക്ക് തിരിച്ചു വിളിച്ചു. അപ്പോൾ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ സാറിനെ അവതരിപ്പിച്ചു. അതിനുശേഷം പിന്നെ അല്പസമയത്തിനകം വീണ്ടും കോൾ വന്നത് പറഞ്ഞത്, അഞ്ജു പിന്നെ തിരച്ചിൽ വീണ്ടും തുടരും, എൻ്റെ ഉറപ്പാണെന്ന് പറഞ്ഞാൽ ആ ഫോൺ കട്ട് ചെയ്തത്. അങ്ങനെ അതിനുശേഷം രണ്ടാം ഘട്ട തിരച്ചിൽ പുനരാരംഭിച്ചു. രണ്ടാം ഘട്ട തിരച്ചിൽ നമുക്കറിയുന്നത് പോലെ ഡ്രഡ്ജർ ഉപയോഗിച്ചിട്ടുള്ള ഒരു തിരച്ചിലായിരുന്നില്ല ഉണ്ടായിരുന്നത്. തീർത്തും അത് ഡൈവിംഗ് എന്നൊരു സംവിധാനം മാത്രം ഒതുക്കിക്കൊണ്ടുള്ള ഒരു തിരച്ചിലായിരുന്നു അന്ന് നടന്നിരുന്നത്. അന്ന് നേവി, ഈശ്വർ മാൽപേ സംഘം അവർ സംയുക്തമായിട്ട് നടത്തിയിരുന്ന ഒരു തിരച്ചിലായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്കറിയാവുന്നതുപോലെ അന്ന് അർജുൻ്റേതായിട്ടുള്ള വാഹനത്തിൻ്റെ കയർ കിട്ടി. പിന്നെ മറ്റൊരു വസ്തു കിട്ടി, അത് അർജുൻ്റെ വാഹനത്തിൻ്റെതല്ലായിരുന്നു. ജാക്കി കിട്ടിയത് അത് അർജുൻ്റെ വാഹനത്തിൻ്റെതല്ല, അത് നമുക്ക് റോങ് ഇൻഫർമേഷൻ കിട്ടിയതാണ്. അത് അർജുൻ്റെ വണ്ടിയുടേതല്ലായിരുന്നു എന്നുള്ളത് അന്നല്ല അതിന് ശേഷം നമ്മൾ അറിയാൻ പറ്റി. അങ്ങനെ ആ തിരച്ചിൽ അവസാനിക്കുന്നതെന്ന് വെച്ചാൽ മുങ്ങൽ സംഘം, അതായത് നേവി, ഈശ്വർ മാൽപേ സംഘം അറിയിച്ചത് അതീവ ദുഷ്കരമാണ്. വെള്ളത്തിനടിയിൽ പാറകളും മരക്കഷ്ണങ്ങളും അതുപോലെ കമ്പികളും ചെമ്പ് തകിട് വസ്തുക്കളെല്ലാം ഉള്ളതുകൊണ്ട് അവർക്ക് അപകടം പറ്റാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ് എന്നുള്ള കാര്യമാണ് അറിയിച്ചിരുന്നത്. അതിൽ പ്രകാരം അന്ന് പറഞ്ഞിരിക്കുന്നത് ഇനിയും നമ്മൾ
ഡൈവിങ് ചെയ്തിട്ട് സാധ്യമല്ല. ഡ്രെഡ്ജർ ഉപയോഗിച്ചിട്ട് മാത്രമേ ഇനിയൊരു തിരച്ചിൽ, അത് മേജർ ഇന്ദ്രപാലൻ സാർ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മനുഷ്യസാധ്യമായിട്ടുള്ളൊരു തിരച്ചിൽ അവിടെ സാധ്യമല്ല എന്ന ഒരു ഉപദേശം ആദ്യഘട്ടത്തിൽ നിന്ന് നമുക്കുണ്ടായിരുന്നു. പക്ഷേ നമ്മളത് വെക്കാതെ രണ്ടാം ഘട്ടം നമുക്ക് സാധ്യമെങ്കിൽ എടുക്കാമെന്നുള്ള രീതിയിലായിരുന്നു ഡൈവിംഗ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ആ തിരച്ചിലും അങ്ങനെ തന്നെ അവസാനിച്ചു. അങ്ങനെ തന്നെ അവസാനിക്കാൻ കാരണം അന്ന് വൈകിട്ടോടെ ഇവർ ഡ്രഡ്ജിങ് കമ്പനിയുമായിട്ടൊരു മീറ്റിംഗ് വെച്ചു. പ്രാഥമികമായിട്ട് 50 ലക്ഷം രൂപയ്ക്ക് ഈ ഡ്രഡ്ജിങ് കമ്പനി ഈ ദൗത്യത്തിനുള്ള കരാർ ഉറപ്പിക്കുകയും 3 ദിവസത്തിന് ശേഷം തുടങ്ങും എന്നൊരു അറിയിപ്പും കിട്ടിയ പ്രകാരം എനിക്ക് ഓർമ്മയുണ്ട്, എല്ലാവരും നമ്മളന്ന് അവിടെ നിന്ന് പിരിഞ്ഞത് പിറ്റേ ദിവസമാണ് നമ്മൾ അറിയുന്നത് ആ ഒരു ഡ്രഡ്ജിൻ്റെ തുക 1 കോടി രൂപയിലേക്ക് ഉയർത്തി കമ്പനി പറഞ്ഞു. അപ്പം നമ്മൾ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തു നിന്ന് 50 ലക്ഷം രൂപ വരെ അവർക്ക് സാധ്യമായിട്ടുള്ള ഒരു എമൗണ്ട് ആയിരുന്നു. 1 കോടി രൂപ എന്ന് പറയുമ്പോൾ ഒരു തരത്തിലും അവരെ കൊണ്ട് സാധ്യമല്ലാത്ത ഒരു എമൗണ്ട് ആയതിനാൽ ഈ റിപ്പോർട്ട് ഉത്തര കന്നഡ ഡിസ്ട്രിക്ട് കളക്ടർ ശ്രീ ലക്ഷ്മിപ്രിയ മാഡം മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൈമാറുകയും ചെയ്തു. അതിൽ പ്രകാരം പിന്നീടുള്ള നാളുകൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിരുന്നു. നിർണായകമെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഡ്രഡ്ജർ എത്തുമോ ഇല്ലയോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയക്കുഴപ്പം നിലനിന്നൊരു സമയമായിരുന്നു. പിന്നെ ആ സമയത്താണ് മഞ്ചേശ്വരം MLA ആയിട്ട് പിന്നെയും ഈ സമയങ്ങളിലെല്ലാം നമ്മൾ രാഘവേട്ടനായാലും ഈ ശ്രീ മഞ്ചേശ്വരം MLA AKM അഷ്റഫ് സാറായാലും കൂടുതൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും അവർ നമ്മളെ അപ്ഡേറ്റ്, രാഘവേട്ടൻ്റെ 2ാം ഘട്ട തെരച്ചിലെല്ലാം ഓരോ മണിക്കൂറുകളോളം നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. AKM സാറിനെ ഫോണിലേക്ക് വിളിച്ച് എന്നെ കണക്ട് ചെയ്യുന്നുണ്ടായിരുന്നു, കുടുംബത്തിന് വിളിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് AKMനെ ഈ വിവരം ഞാൻ ധരിപ്പിക്കുന്നത്. 1 കോടി രൂപയിലേക്ക് ചിലവ് മാറുമെന്ന് പറഞ്ഞപ്പോൾ അപ്പം രാഘവേട്ടനായിട്ട് സംസാരിക്കുകയും അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ ശ്രമിച്ചിരുന്നത് ശ്രീ സിദ്ധരാമയെ കണ്ട് ഞങ്ങളുടെ ആവശ്യം അറിയിക്കുക എന്ന ഒരു ലക്ഷ്യമായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. അത് പ്രകാരം തന്നെ അവർ രണ്ടുപേരും ചേർന്ന് മുഖ്യമന്ത്രിയെയും ഉപമുഖ്യമന്ത്രിയെയും കാണാനുള്ള ഡേറ്റ് എടുക്കുകയും അതിൽ പ്രകാരം ഞാനും AKM അഷ്റഫ് MLAയും രാഘവേട്ടനും കൂടി ബാംഗ്ലൂരിലെത്തിയതിനു ശേഷം ശ്രീ സിദ്ധരാമയെ കണ്ടു. അതിനു മുന്നേ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ നിരന്തരമായ ഇടപെടലും അതിലുണ്ടായിരുന്നു. നിരന്തരമായിട്ട് അദ്ദേഹം കത്തെഴുതുകയും ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഡ്രഡ്ജർ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടിട്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു എഫേർട്ട് നമ്മൾ മറക്കാൻ പാടില്ല. അത്രയും അദ്ദേഹവും ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. അന്ന് തന്നെ ശ്രീ ശശീന്ദ്രൻ മിനിസ്റ്റർ ആയിരുന്നു, റിയാസ് മിനിസ്റ്റർ, എല്ലാവരും ഇതിൽ ആ രീതിയിൽ ഇടപെട്ടിട്ട് ഡ്രഡ്ജർ എത്തിക്കാനുള്ള കാര്യങ്ങൾ കർണാടക ഗവൺമെൻറ് മുതൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. ഞങ്ങളവിടെ എത്തിയതിന് ശേഷം സിദ്ധരാമയെ കണ്ടു. അദ്ദേഹം തന്ന ഒരു ഉറപ്പ് ഇതായിരുന്നു, ഡ്രഡ്ജർ കൊണ്ടുവരും, ഞങ്ങൾ എന്തായാലും അർജുനെ കണ്ടെത്തുന്ന വരെയുള്ള തിരച്ചിൽ ആരംഭിക്കുമെന്ന ഉറപ്പാണ് നമുക്കന്ന് ലഭിച്ചത്. അത് പ്രകാരം അന്ന് രാത്രി തന്നെ കാർവാർ MLA ഞങ്ങളെ വിളിക്കുകയും ഡ്രഡ്ജർ കിട്ടാനുള്ള അനുമതി ലഭിച്ചു, നിങ്ങൾ ധൈര്യമായി നിന്നോളൂ, ഡ്രഡ്ജർ എന്തായാലും എത്തി, അതിനുള്ള നടപടി തുടങ്ങിക്കഴിഞ്ഞു എന്ന് കാർവാർ MLA ശ്രീ സതീഷ് സേൽ MLA രാഘവേട്ടൻ്റെ ഫോണിലേക്ക് ഞാൻ ഇരിക്കുമ്പോഴാണ് വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അന്ന് രാത്രി തന്നെ ശ്രീ DK ശിവകുമാറുമായിട്ട് തന്നെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല. രാഘവേട്ടൻ ഫോണിൽ സംസാരിക്കുകയും ഇതേ കാര്യം ആവശ്യിക്കും, എന്തായാലും ഡ്രഡ്ജർ കൊണ്ടുവരുമെന്നുള്ള ഉറപ്പും ലഭിച്ചു. മഞ്ചേശ്വരം MLA അന്ന് അവിടെ തുടരുകയും പിറ്റേ ദിവസം DK ശിവകുമാറിനെ കണ്ട് ഈ ആവശ്യം നേരിൽ കണ്ട് പിന്നെയും ബോധിപ്പിച്ചതിന് ശേഷമാണ് അവിടെ നിന്ന് മടങ്ങിയത്. അതുപ്രകാരം തന്നെ നമുക്ക് ഡ്രഡ്ജിങ് തുടങ്ങുകയും ചെയ്തു. ഡ്രഡ്ജിങ് തുടങ്ങി 25-ാം തീയതി അർജുൻ്റെ വാഹനം ഉയർത്തുകയും അതിലെ ഏറ്റവും നമുക്ക് അനുകൂലമായ കാര്യം അർജുൻ അതിലുണ്ടായിരുന്നു എന്നുള്ള ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു ഏറ്റവും വലിയ മാനസികാവസ്ഥ, ഇനി വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ അർജുനെ അതിന് ലഭിക്കുമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ മാനസികമായിട്ട് ഞങ്ങൾ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ പ്രാപ്തരായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അർജുൻ എന്ത് പറഞ്ഞാൽ അർജുൻ അതിൽ ഉറങ്ങുന്നുണ്ട്, അതിലുണ്ടാകുമെന്നുള്ളൊരു കോൺഫിഡൻറ്റ് എന്തായാലും ഞങ്ങളുടെ ഉള്ളിൽ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. കൃഷ്ണപ്രിയ ആയിരുന്നാലും എപ്പോഴും അതന്നെയായിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അർജുനായിട്ട് അതിനല്ലാണ്ട് വേറെ ആയിട്ടും പോവില്ല എന്നുള്ളത് അവൾ തന്നൊരു കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നു. അവൾ മാത്രമല്ല, എല്ലാവരും അത് തന്നെയാണ്. അതിന് മുന്നേ പാസ് ചെയ്ത അവിടുന്ന് ഡ്രൈവർമാരെല്ലാം പറഞ്ഞിരുന്നത് അർജുൻ അതിൽ ഉറങ്ങാൻ തന്നെയാണ്. ആ ഒരു വിശ്വാസം തന്നെയാണ് കർണാടക ഗവൺമെൻറ്റിനെ അത് ഇത്രയും ഒരു വൈകാരികമായിട്ട് നിൽക്കുന്ന ഈ സംഭവത്തിലേക്ക് എത്തിച്ച് അർജുൻ അതിലുണ്ടാകും എന്നുള്ള വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അങ്ങനെ അർജുനെ കിട്ടി. പിന്നെ 2 സംസ്ഥാന സർക്കാരുകളെയും നല്ല എന്താ പറയുക, ഒരു വളരെ വൈകാരികമായിട്ടുള്ളൊരു അന്ത്യാർപ്പനാണ് അർജുന് ലഭിച്ചത്. പിന്നെ അതിനുശേഷം ഞങ്ങൾ കരുതിയിരുന്നത്
മാധ്യമങ്ങളിലും കാണേണ്ട എല്ലാ വിവാദങ്ങളും കെട്ടഴിഞ്ഞു, അർജുനെ ലഭിച്ചിരിക്കുന്നു, ഞങ്ങളെല്ലാവരും നന്ദി പറഞ്ഞു പൊതുസമൂഹത്തിനോട് നന്ദി. അതിനെ പിറ്റേന്നായിരുന്നു 5 മാധ്യമങ്ങളെ കണ്ടത് ഈ എല്ലാവർക്കും നന്ദി പറയാൻ വേണ്ടി. അതിൽ കുറേ വിവാദങ്ങളെല്ലാം സൃഷ്ടിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ പ്രശ്നങ്ങൾ ഇപ്പം നേരിടുന്നത്. അതാണ് ഇപ്പം മുഖ്യമായിട്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കാനുള്ള കാരണം. പല ആൾക്കാരും കുടുംബത്തിൻ്റെ വൈകാരികതയെ ചൂഷണം ചെയ്ത് അത് മറ്റൊരു രീതിയിലേക്ക് കടന്നു കയറ്റി മറ്റൊരു രീതിയിലേക്ക് പോകുന്നത് ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത്രയും വൈകാരികമായ സ്ഥിതിക്ക് ഞങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം അർജുനെ കണ്ടെത്തുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഞങ്ങൾ ഒറ്റ കെട്ടായിട്ട് ഞങ്ങൾ മുന്നേറി അത് ചെയ്തു. പക്ഷേ ഇതിനിടയ്ക്ക് ചില വ്യക്തികൾ ഈ സംഭവത്തെ വൈകാരികമായിട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതല്ലാതെ തന്നെ ഒരുപാട് സൈബർ അറ്റാക്ക് ഇപ്പോൾ ഞങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ച് ഈ തിരച്ചിൽ മാറിയപ്പോൾ ഞങ്ങൾ ഈ ആൾക്കാർക്കെല്ലാം ഞങ്ങൾ നന്ദി പറഞ്ഞതുകൊണ്ട്, അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് എൻ്റെ ഭാര്യയ്ക്കാണെങ്കിലും കുടുംബത്തിനാണെങ്കിലും അതിരൂക്ഷമായ സൈബർ അറ്റാക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പല യൂട്യൂബ് ചാനലുകളിലും. മുഖ്യധാര മാധ്യമങ്ങളിലും അതിൽ കമൻറ്റുകൾ നോക്കിയാൽ മനസ്സിലാകും. ആ ലൈവിൻ്റെ അടിയിൽ പോയിട്ട് ഒരുപാട് പേര് ഞങ്ങൾ ആക്ഷേപിക്കുന്ന രീതിയിൽ പലതരത്തിലുള്ള കമൻ്റ് ഇടുകയും, ഞങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് മനുഷ്യത്വം എന്നൊരു സംഭവം ഉണ്ടെങ്കിൽ ഈ വ്യക്തികൾക്ക് എന്ത് മനസ്സുഖമാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അതിൽ പിന്നെ മുഖ്യമായിട്ടൊരു ഘടകമുണ്ട്. ഇതിൽ മുഖ്യധാര മാധ്യമങ്ങളിൽ കൂടെയാണെങ്കിലും യൂട്യൂബിലൂടെയാണ് നടന്നു പോകുന്നൊരു സംഭവം. അർജുന് 75,000 രൂപ സാലറി ഉണ്ട്. ആ 75,000 രൂപ സാലറി കിട്ടിയിട്ട് പോലും അവന് ജീവിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ അടിയിൽ അതൊരു പിന്നെ ശരിയായ കാര്യമല്ല, അതൊരു തെറ്റായ കാര്യമാണ്. അത് ആ വ്യക്തി പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 75,000 രൂപ ഇന്നേ വരെ ഒരു മാസം അവന് കിട്ടിയതായിട്ട് അറിവില്ല എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കൃഷ്ണപ്രിയ അറിയാം, അച്ഛനാണെങ്കിൽ അമ്മയ്ക്കാണെങ്കിൽ എല്ലാവർക്കും ആ കാര്യം അറിയാം. ഇതിൻ്റെ പേരിൽ ഞങ്ങൾ നേരിട്ട് അതിൻ്റെ അടിയിലുള്ള രൂക്ഷമായിട്ടില്ല, കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള കമൻറ്റുകളാണ് അതിൽ ആൾക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അർജുൻ്റെ പൈസ എടുത്ത് തിന്ന് ജീവിക്കുന്ന സഹോദരിമാർ, അല്ലെങ്കിൽ അനിയൻ, സഹോദരൻ, പിന്നെ അർജുൻ മരിച്ചത് നന്നായി, ഈ രീതിയിലുള്ള ആൾക്കാരുടെ കൂടെ നിൽക്കുന്നതിനേക്കാൾ അർജുൻ മരിക്കുന്നതാണ് നല്ലതെന്ന് അത്രയും രൂക്ഷമായിട്ട് ഞങ്ങളെ മനസ്സെല്ലാം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്ന, ഞങ്ങളതിൽ മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഒരു പരിധി കഴിഞ്ഞു. ഇനിയും നമ്മൾ മാധ്യമങ്ങളെ കണ്ട് ഇത് ഈ കമൻ്റ് ഇടുന്നതോടെയോ അവരൊന്നും വേണ്ടിയിട്ടല്ല, ഞങ്ങളെ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, ഇപ്പോഴും കൂടെ നിൽക്കുന്ന കുറേ പേരുണ്ട്. അവരെ മാത്രമേ നമുക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യമുള്ളൂ. മറ്റൊരാളെയും ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ട ഒരാവശ്യമില്ല. അവർക്ക് കമൻ്റ് ഇടട്ടെ, അവരെ ജോലി തുടരട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. ഈ 75,000 രൂപ സാലറിയിൽ ഞാൻ വ്യക്തമായിട്ട് പറയാം, ആ വൈകാരികത ഇദ്ദേഹം ചൂഷണം ചെയ്തു. പല രീതിയിൽ നിന്ന് പല കോടിയിൽ നിന്ന് ഫണ്ട് സ്വരൂപിക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഒരു ഫണ്ട് പോലും ഇതുവരെ ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. ഇനി ഞങ്ങൾ അങ്ങനെ ഫണ്ട് സ്വീകരിക്കുകയില്ല. കാരണം അങ്ങനത്തെ ഒരു ആവശ്യകതയില്ല. ഇപ്പോൾ അർജുൻ്റെ കൃഷ്ണപ്രിയയ്ക്കാണെങ്കിലും മോനായാലും ജീവിക്കാൻ വേണ്ട ഒരു സാഹചര്യം ഇവിടുത്തെ ഗവൺമെൻറ് ഒരുക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അച്ഛൻ്റെ അമ്മയും കുടുംബത്തിൻ്റെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച്, ഞങ്ങൾ ഏത് ഘട്ടങ്ങളിലാണെങ്കിലും ഒരുമിച്ചിട്ട് തന്നെയാണ് മുന്നോട്ട് പോയതും. അതേ രീതിയിൽ തന്നെ ഈ കുടുംബത്തിന് ഒരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ആ ഒരു വൈകാരികത അദ്ദേഹം ചൂഷണം ചെയ്യുന്നതിൽ പിന്മാറണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതുപോലെ തന്നെ വേറെ ഈ ഒരു സംഭവം നടക്കുമ്പോൾ തന്നെ പിന്നെ അദ്ദേഹം ഒരു കാര്യമായിട്ട് കൃഷ്ണപ്രിയ മാനസികമായിട്ട് തളർന്ന സംഭവമായിരുന്നു. അയന്നെ 4ാമത്തെ കുട്ടിയായിട്ട് ഞങ്ങൾ വളർത്തും, ഞാൻ വളർത്തും. നോക്കൂ, എന്ത് അസംബന്ധമായ കാര്യമാണ് അദ്ദേഹം ഈ മാധ്യമങ്ങളിൽ പുലമ്പിക്കൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് പറയുന്നില്ല. അവളൊക്കെ അന്ന് കരഞ്ഞ് തരിപ്പണമായൊരു ദിവസമായിരുന്നു. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യകത ഞങ്ങൾ ആരെങ്കിലും മുന്നോട്ട് വെച്ചോ? ഇല്ല. അർജുൻ്റെയും ഈ കുടുംബത്തെയും ഫാമിലിയെയും മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനുള്ള പ്രാപ്തിയുണ്ട്. അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും നിലവിൽ ഞങ്ങൾക്കില്ല. അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു. നമ്മളൊരു മീഡിയ അറ്റൻഷൻ്റെ മുന്നിലല്ലാതെ നമ്മളെ കുടുംബത്തിനെ വിളിച്ചിട്ട് അദ്ദേഹം നിരവധി ചാനലുകളുണ്ട്, നിരവധി യൂട്യൂബ് ചാനലുകൾ. അതെ തീർച്ചയായിട്ടും. ഫണ്ട് പിരിവ് ഫണ്ട് അയാൾക്ക് ഒരുപാട് ലഭിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ലോറി ഉടമ മനാഫ് തന്നെയാണ്. ലോറി ഉടമ എന്ന് പറയാൻ ഞങ്ങൾ സാധ്യമല്ല, എങ്കിലും മനാഫ് തന്നെ ഞങ്ങൾ പറയാൻ നിർവാഹമുള്ളൂ. അങ്ങനെ അതിൽ ഞങ്ങൾ കൂടുതൽ ഇത് വിവാദങ്ങൾ സൃഷ്ടിക്കുന്നില്ല. എന്തെന്ന് വെച്ചാൽ ഈ തരത്തിലുള്ള ഫണ്ടുകളൊന്നും ഞങ്ങൾക്ക് സ്വീകരിക്കാൻ താല്പര്യമില്ല.
ഇതിലെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ തരത്തിലുള്ള കാര്യങ്ങൾ കുറേ നല്ല ആൾക്കാർ വീഴുന്നു പോകുന്നു. അവരെന്നിട്ട് നിരന്തരമായിട്ട് വീടുകളിൽ സന്ദർശിച്ചിട്ട് അവർ ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ പാമ്പത്തിനെ സഹായിക്കാം, എല്ലാ കാര്യങ്ങളും വാഗ്ദാനങ്ങൾ ചെയ്ത് നോക്കൂ. എല്ലാവരും ഞങ്ങളുടേതായിട്ട് ബുദ്ധിമുട്ടുണ്ട്. എല്ലാ ജനങ്ങളും എല്ലാ ആൾക്കാരും എല്ലാ കുടുംബത്തിലുള്ളത് പോലുള്ള പ്രശ്നങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അല്ലാതെ എല്ലാ കുടുംബത്തിലുള്ള പ്രശ്നമുണ്ട്. പക്ഷെ അതെല്ലാം മുന്നേ അർജുൻ നഷ്ടപ്പെട്ടു, യാഥാർത്ഥ്യമാണ് എന്ന് കരുതി ഞങ്ങൾ ആരുടെയും മുന്നിൽ പോയിട്ട് പിച്ച തെണ്ടേണ്ട ആവശ്യം നിലവിൽ ഞങ്ങൾക്കില്ല. അത് ഈ വ്യക്തി മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനത്തെ ഒരു സാഹചര്യം നിലവിൽ ഇവിടെ ഇല്ല. ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, സഹോദരങ്ങൾ ജോലിക്ക് പോകുന്നുണ്ട്, കൃഷ്ണപ്രിയയ്ക്ക് ജോലിയായിട്ടുണ്ട്. ഇവരൊക്കെ നോക്കൂ, അറിയുന്ന ആൾക്കാരൊക്കെ ചോദിക്കുക, ഇവന് 75,000 രൂപ കിട്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇത്രയും ദാരിദ്ര്യത്തിൽ പിന്നെ എങ്ങനെ കടന്നു? നോക്കൂ, ആ തരത്തിൽ ഇതൊക്കെ നമുക്ക് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് ഇവരോടൊക്കെ ചോദിക്കുന്നത്. എന്നോടായാലും അഞ്ജുവിനോടായാലും അഭിജിത്തിനോട് കൃഷ്ണ ഇവരൊക്കെ നോക്കൂ എത്രത്തോളം മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്നു. മറ്റൊരാളുടെ മുന്നിൽ നോക്കാൻ പറ്റാത്ത അവസ്ഥയായി. അതായത് അർജുൻ്റെ പൈസയെല്ലാം ഞങ്ങൾ എടുത്തു ഉപയോഗിച്ചു അവനെ ദാരിദ്ര്യത്തിലാക്കി എന്ന ഒരു പൊള്ളയായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തീർച്ചയായിട്ടും അങ്ങനത്തെ വിവാദങ്ങളൊന്നും സൃഷ്ടിക്കരുത്, അഭ്യർത്ഥിക്കുകയാണ്. സഹായിച്ചിട്ടില്ലെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ കുത്തി നോവിക്കാൻ പാടില്ല. അതുതന്നെയാണ് ഞങ്ങൾക്ക് മെയിനായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതിന്മേൽ ഇനി ഇതിനൊരു ക്ലാരിഫിക്കേഷൻ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സാലറിയുടെ കേസിലാണെങ്കിലും ഈ ദാരിദ്ര്യം, അയാൾ ഞങ്ങളുടെ ദാരിദ്ര്യം പറഞ്ഞുകൊണ്ട് ഒരുപാട് ചൂഷണം ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങളെ വിളിച്ച് പറയുന്നു അർജുൻ്റെ പേരിൽ എനിക്ക് കുറേ പൈസ കിട്ടിയിട്ടുണ്ട്, അത് ഞങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ. അങ്ങനത്തെ ഒരാവശ്യം നിലവിലില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അർജുന് വൈഫിനാണെങ്കിലും മോനാണെങ്കിലും ജീവിക്കാനുള്ള സാഹചര്യം നിലവിൽ ഇവിടുത്തെ സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സാധാരണ ജനങ്ങൾ എങ്ങനെയാണ് അങ്ങനെ തന്നെയാണ് ഞങ്ങളും. ആ രീതിയിലുള്ള ഒരു ആഗ്രഹം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അതുപോലെ മറ്റൊരാൾ ഈ പൈസയൊക്കെ കിട്ടേണ്ട അർഹതപ്പെട്ടവർക്കുണ്ടാവും, അവർക്ക് കിട്ടട്ടെ എന്നാണ് ഞാൻ എല്ലാവരോടും ചോദിച്ചു വരുന്ന എല്ലാവരോടും ഞാൻ പറയുന്നത്. കാരണം അവരെല്ലാം ഈ തെറ്റായ വാർത്ത കേട്ടിട്ടാണ്, അവർക്കൊന്നും അറിയില്ല എന്താണ് ഇതിലൂടെ നടന്നതെന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. ഈ കാര്യങ്ങളൊന്നും അറിയാത്ത ഇവരെ പറ്റിച്ചുകൊണ്ടാണ് അവരെ കബളിപ്പിച്ചിട്ടാണ് അവരിവിടെ എത്തുന്നത്. എന്നിട്ട് പാവം അവരൊരുപാട് ഇങ്ങനെ കാര്യങ്ങൾ ഇതെല്ലാം പറയുന്നു. പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം നിലവിലില്ല. പിന്നെ ചില ആൾക്കാർ നമുക്ക് ഇവിടെ പൈസ കൊണ്ട് തന്നിട്ട് അത് പിന്നെ വീഡിയോയിലൂടെ നമ്മൾ കാണുന്നുണ്ട്. ഒരു മീഡിയ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് പൈസ കൊണ്ട് തരുന്ന ചില ആൾക്കാരുണ്ട്. അത് പിന്നീട് നമ്മൾ മീഡിയ വഴി കാണുമ്പോൾ നമ്മുടെ വിഷമം ഒന്ന് ആലോചിക്കണം. അതായത് ഈ വ്യക്തിയും കുറച്ച് സംഘവും ഇവിടെ എത്തിയിരുന്നു. എന്നിട്ട് അപ്പം നമ്മൾ അവൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി പൈസ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മളത് പിന്നെ ഏത് രീതിയിൽ അത് തിരസ്കരിക്കും. അത്ര ആൾക്കാർ വരുമ്പോൾ നമുക്കത് മാനസികമായിട്ട്, എന്നിട്ട് ചെറിയ പൈസ കൊടുത്തപ്പോൾ അത് എടുത്ത് പിന്നെ യൂട്യൂബിലും മറ്റ് മാധ്യമങ്ങളിലും അത് ഓടി നടക്കുക. ഇന്ന വ്യക്തികൾ ഇത് പൈസ കൊടുത്തു. എത്രത്തോളം മ്ലേച്ഛമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആലോചിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആ തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ലോറിയോടും അല്ല തന്നത്, അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന കുറച്ച് ആൾക്കാരായിരുന്നു. 2000 രൂപയാണ് തന്നത്. ഇതെല്ലാം ഓപ്പണായിട്ട് പറയാൻ കാരണം ഇതിൽ കളങ്കമില്ല, ഞങ്ങൾ ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത്. പിന്നെ അടുത്ത വിവാദം എന്ന് പറഞ്ഞാൽ ഈ അർജുൻ്റെ ബൈക്ക് ഈ നാളുകളിൽ അവിടെ ഈ പറഞ്ഞ വ്യക്തിയുടെ വീടിനടുത്തൊരു വർക്ക്ഷോപ്പിൽ നന്നാക്കാൻ കൊടുത്തിരുന്നു. അത് വ്യക്തമായി പറഞ്ഞു. അപ്പോൾ അത് അർജുനേട്ടൻ പോകുന്നതിൻ്റെ കുറച്ച് മുന്നെയാണ് നന്നാക്കാൻ കൊടുത്തത്. പക്ഷേ ഇപ്പോൾ അത് അർജുനേട്ടൻ നന്നാക്കാൻ കൊടുത്ത് അവരുടെ വീട്ടിൽ വെച്ചെന്ന് പറഞ്ഞിട്ട് അവരതിനെ സംരക്ഷിക്കുക. അതായത് ആ വ്യക്തിയാണ് ഇതെല്ലാം നന്നാക്കിയെടുത്ത്. ഇതൊരു യൂട്യൂബ് ചാനൽ വന്നതാണ്. അർജുൻ്റെ ബൈക്ക് പെയിന്റ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മനാഫ്ക എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനൽ വന്നതാണ്. ഇതിങ്ങനെ സ്പ്രെഡ് ആവുക. അപ്പോൾ എല്ലാവരും പറയുന്നത് വെച്ചാൽ ഇത് ജൂലൈ 10 നന്നാക്കിച്ച വണ്ടിയാണ്. ഈ സംഭവം നടക്കുന്നതിന്റെ എത്രയോ മുന്നേ നടന്ന സംഭവമാണ്. ഞാനിന്നത് അപ്പം പണിക്ക് പോയി വന്നതാണ്. പക്ഷെ എനിക്ക് എൻ്റെ ഒരു ആൾക്കാരെ മുന്നിൽ ഫേസ് ചെയ്യാനൊക്കെ ഒരു ചടപ്പായിട്ട് തിരികെ വന്നതാണ്. അപ്പോൾ ഈ ബൈക്കിൻ്റെ കാര്യം ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ വൈകാരികത ചൂഷണം ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന നമുക്ക് ഇത്രയും ആവശ്യപ്പെടാനുള്ളൂ. അദ്ദേഹത്തിൻ്റെ രീതിയിൽ മുന്നോട്ട് പോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷേ അർജുൻ്റെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും വൈകാരികത ചൂഷണം ചെയ്ത് മുന്നോട്ട് പോകരുത് എന്നാണ് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്.
ഇനിയും ആ നടപടി ആണ് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വരും, ഇനിയും പ്രതികരിക്കേണ്ടി വരും. ഈ രീതിയിലല്ല, ശക്തമായിട്ട് തന്നെ ഇനിയും പ്രതികരിക്കേണ്ടി വരും എന്ന കാര്യം ഞങ്ങൾ വിനീതമായിട്ട് പറയാണ്. പിന്നെ ഈ ഘട്ടങ്ങളിലൊക്കെ അമ്മ എന്ന് പറഞ്ഞാൽ വളരെ ആർക്കും മിങ്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അമ്മയുടെ വൈകാരികത്തെ പല രീതിയിൽ ഇവർ ചൂഷണം ചെയ്തിട്ട് ദിവസം ഫോൺ കോൾ ചെയ്യുന്നു, അല്ല മെസ്സേജ് അയച്ചു, ഞങ്ങൾ എപ്പോഴും മെസ്സേജ് അയക്കുന്നു, അമ്മയുമായിട്ട് ഡെയിലി മെസ്സേജ് അയക്കുന്നു. ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് പിന്നെ അടുത്ത മാർക്കറ്റിംഗ്. അമ്മയുമായിട്ട് അല്ലെങ്കിൽ ഈ കുടുംബവുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് എന്ന് പിന്നെ അന്ന് തന്നെ അവിടെ നിന്ന് അറിയാം നമുക്ക്. പിന്നെ ഈശ്വർ മാൽപ്പെ തിരിച്ചു പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിവാദം ഉണ്ടായിരുന്നു. ആ വിവാദത്തിൽ അവർ ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ അമ്മയെ ആ ലൈവിൽ, അമ്മയ്ക്കറിയില്ല ഇത് ലൈവിലാണ് പോകുന്നത്, അമ്മേനെ വിളിച്ചിട്ട് ഫോൺ കൊടുത്തിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ചു. നമുക്ക് എത്ര മ്ലേച്ഛപരമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തതെന്ന് നോക്കൂ. എന്നിട്ട് അതിനുശേഷം പിന്നെ അമ്മ വളരെ പിന്നെ വൈകാരികമായിട്ട് നിൽക്കുകയും, അമ്മയ്ക്ക് ഇതിനിടയ്ക്ക് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ട്രോക്കിൻ്റെ ഇഷ്യൂ മൂലം ഇനിയൊരു ഓപ്പറേഷൻ സാധ്യമല്ല എന്നുള്ള ഡോക്ടർ വ്യക്തമായിട്ട് പറഞ്ഞ സംഭവമാണ്. അപ്പോൾ ഞങ്ങൾ ഇത് ഒരുപാട് അമ്മയെ വൈകാരിക തലത്തിൽ മാറ്റരുത്, അമ്മയെ വിളിക്കരുത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കൂ, അമ്മയെ ഡയറക്റ്റ് വിളിക്കരുത്. അമ്മ എന്ന് പറഞ്ഞാൽ ഈ മകൻ്റെ കിട്ടാത്ത ഒരു വേദന എപ്പോഴും ഉണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അതാണോ ശരി, അല്ലെ ഇതാണ് ശരിയെന്ന് അമ്മ ഓട്ടോമാറ്റിക്കലി ചിന്തിച്ച് പോവുക. അമ്മേനെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല, കാരണം അമ്മയുടെ അവസ്ഥ അങ്ങനെയായിരുന്നു. മകൻ നഷ്ടപ്പെട്ട ആ വേദന എല്ലാവർക്കും അറിയുന്ന പോലെ ഞങ്ങൾക്കും ഉണ്ട്. ഞങ്ങൾ എല്ലാവരും ആ വേദനയോട് കടന്നു. ഞങ്ങൾ അവിടെ എല്ലാം നിന്നിരുന്നത് ഒരു തുള്ളി കളങ്കമില്ലാതെ എത്രയും പെട്ടെന്ന് അർജുനെ തിരിച്ചെത്തി വീട്ടിലെത്തിക്കണം എന്നുള്ള ഒറ്റ ഉദ്ദേശം കൊണ്ട് മാത്രമാണ് നമ്മൾ അവിടെ നിന്ന് പോയത്. പക്ഷെ അതിനിടയിലാണ് ഈ കളികൾ. മൂന്നാം ഘട്ട തിരച്ചിൽ ആക്ച്വലി മാൽപ്പയുടെ ആവശ്യമില്ല. അവിടെ ഔദ്യോഗികമായിട്ട് ആരും വിളിച്ചിട്ടല്ല മാൽപ്പ വന്നത്. മാൽപ്പയെ കൊണ്ടുവന്നത് മനാഫ്കയാണ്. ഈ മനാഫ്കയും മാൽപ്പയും പിന്നെ അവിടെ ഡ്രഡ്ജറും വെച്ചിട്ടൊരു നാടക പരമ്പരയായിരുന്നു. അത് കറക്റ്റായിട്ട് അവിടെയുള്ള മാധ്യമങ്ങൾക്ക് ഈ കാര്യങ്ങൾ മുഴുവൻ അറിയാം. ആദ്യത്തെ രണ്ടാമത്തെ ദിവസം ഈ ഡ്രഡ്ജറിൻ്റെ എല്ലാ എഫേർട്ടും ഈ മാൽപ്പയെ കേന്ദ്രീകരിച്ച് പോയത് കൊണ്ട് 2 ദിവസം നമുക്ക് നഷ്ടമായി. ആദ്യത്തെ 2 ദിവസം നമുക്ക് നഷ്ടപ്പെടേണ്ട സാഹചര്യം ഉണ്ടായി. പിന്നെ ആ സമയത്താണ് പിന്നെ അവിടുത്തെ SP-ക്കും MLA-ക്കും ഈ കാര്യം മനസ്സിലാവുകയും അത് ഞങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. അത് പ്രകാരം മാൽപ്പയെ അവിടുന്ന് ഇനി, കാരണം മാൽപ്പയെ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ അവിടെ ഒരു SP പറഞ്ഞ നാരായണ സാർ പറഞ്ഞ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. എന്നോട് അഞ്ജുനും അഭിജിത്തിനോട് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഇവിടെ ഒരു ഔദ്യോഗിക സംവിധാനമുണ്ട്, പോലീസ് സംവിധാനമുണ്ട്. അവിടെ നിന്ന് എന്ത് ലഭിച്ചാലും ആദ്യം അത് ഡിക്ലെയർ ചെയ്യേണ്ടത് ഇവിടുത്തെ പോലീസ് സംവിധാനമാണ്. അപ്പോൾ പുള്ളി എന്താ ചെയ്തത്, പുള്ളിയുടെ യൂട്യൂബ് ചാനലുകാട് പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ പറയുന്ന വ്യക്തി മനാഫ്കയാണെങ്കിൽ അദ്ദേഹത്തിന് യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനലിൽ കൂടെ അർജുനോട് ഒരു തുള്ളി സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഈ എല്ലാ കാര്യവും അവിടെ നിന്ന് വീഡിയോ എടുക്കും. എന്നിട്ട് അവർ തമ്മിൽ സംസാരിക്കാൻ എന്താരോ 600 പേര് കാണുന്നുണ്ട്, 700 പേര് ഇപ്പോൾ കാണുന്നുണ്ട്, അടിപൊളിയാണ്, സൂപ്പറാണ്. ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് എത്ര അഭിജിത്തിനോട് നോക്കൂ. ഇത്രയും കാര്യം അഞ്ജു പെട്ടെന്നൊരു തരത്തിൽ വൈകാരികമായ തലത്തിൽ പോകാൻ കാരണം അവിടുത്തെ ഈ കളികളൊക്കെ കണ്ടപ്പോഴാണ് അഞ്ജു ഇത്രയും വൈകാരിക തലത്തിൽ മാറിപ്പോയത്. അവളവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവർ ഈ യൂട്യൂബ് ചാനൽ കൊണ്ട് ഈ അർജുനെ ലോറി പൊക്കുന്നതും ഇതെല്ലാം അതിന് നമ്മുടെ മുഖ്യധാര അർജുനോടും കുടുംബത്തിനോടും സ്നേഹമുണ്ടെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആലോചിച്ച് നോക്കൂ, കോമൺ സെൻസാണ്. അപ്പം ഇതെല്ലാം ഈശ്വർ മാൽപ്പയും പിന്നെ മനാഫ്കയും കൂടി നടന്ന ഒരു പിന്നെ നാടക പരമ്പരയായിരുന്നു നടന്നത്. അന്നൊന്നും ഞങ്ങൾക്കിത് പറഞ്ഞ് കൂടുതൽ വിവാദത്തിലേക്ക് കടക്കാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഇതെല്ലാം ഞങ്ങളെ കൊണ്ട് ഇപ്പോൾ പറയിപ്പിച്ചതാണ്. ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് എല്ലാം നിർത്തണം തീരുമാനിച്ച ഞങ്ങൾ. അതായത് ഏട്ടൻ്റെ ഈ ഒരു സംഭവമൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഞങ്ങൾക്കിതൊക്കെ കണ്ടു നിൽക്കുമ്പോഴേ ഞങ്ങൾ തീരുമാനിച്ചതാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം നിർത്താം, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പോവാം. ഞാൻ എന്താ മനാഫ്കാക്ക് വെച്ച നിങ്ങൾക്ക് വേണേൽ കാണിച്ചു തരാം. ഒന്ന് നിർത്തണം. ഇത് ഓരോ ദിവസവും 3-4 വീഡിയോ വെച്ചിട്ട് യൂട്യൂബിൽ ഇങ്ങനെ ഇൻ്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുക. കാരണം ഞങ്ങളെ എന്ത് ഇൻ്റർവ്യൂ നടത്തുമ്പോഴും അത് ഞങ്ങളെ ബാധിക്കുകയാണ്, ഞങ്ങളെ കുടുംബത്തിനെതിരെ ബാധിക്കുകയാണ്. എന്തൊരു ഇൻ്റർവ്യൂ നടക്കുമ്പോഴും അതിൽ നമ്മൾക്ക് കുടുംബത്തിനെതിരെ ക്വസ്റ്റ്യൻസ് വരും, അതിന് പ്രശ്നം വരും, പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം. ഇപ്പോൾ കോൺടാക്ട് ചെയ്തിട്ട് മനാഫ്ക മെസ്സേജിന് റിപ്ലൈ ചെയ്തൊന്നുമില്ല. അന്ന് നിർത്താനുള്ളൊരു ഭാവമല്ല. അന്ന് മുതലേ പറയുന്ന ഒരു കാര്യമാണ്, ലോറിക്ക് വേണ്ടിയിട്ടാണ് അവിടെ മീൻസ് അന്ന് മുതലും മൂപ്പര് പറയുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഇപ്പോഴും നിർത്തുന്നില്ല. ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും ചൂഷണം ചെയ്യുന്നു. ഈ പിന്നെ ഇതിൽ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ഡ്രഡ്ജർ കൊണ്ടുവരുന്നത് സംബന്ധിച്ച് ഈ ഡ്രഡ്ജർ കൊണ്ടുവരാൻ പറ്റില്ല ജിതിനെ, അതിലൊന്നും ഒരു കാര്യമില്ല, എനക്ക് തോന്നുന്നുണ്ടോ ഡ്രഡ്ജർ കൊണ്ടുവരും എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തി
കാര്യങ്ങൾ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും പിന്നെ ആ രീതിയിലേക്കുള്ള എന്താ രസകരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യേണ്ടത്. ഇത് കിട്ടുന്നതിന്റെ തലേന്ന് അവിടെ ഞങ്ങൾ കച്ചറ ഉണ്ടായിട്ടുണ്ട്, ഞാനും അളിയനും മനാഫ്കായും കൂടി തമ്മിൽ. അതായത് ഈ ഒരു ട്രഡ്ജർ ഞങ്ങൾ പറഞ്ഞു നിങ്ങളെ ഈ കളി കൊണ്ട് ചിലപ്പോൾ ഇവർ ഇത് നിർത്തിവെച്ച് പോകുന്നു. ഈ ട്രഡ്ജർ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ആ ട്രഡ്ജർ ഞങ്ങൾ ഫാമിലിൻ്റെ നിർബന്ധപ്രകാരം 1 കോടി രൂപ ചിലവിൽ വന്ന ട്രഡ്ജറാണ്. അപ്പോൾ അത് നിർത്തി പോകുമ്പോൾ അതിനുള്ള സങ്കടം ഞങ്ങൾക്ക് അറിയാം. കാരണം ഏട്ടനെ കിട്ടാനുള്ള ലാസ്റ്റ് ഓപ്ഷനാണ്. അതിനെക്കൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് മലപ്പുറത്തുള്ള ഏതൊരു ട്രഡ്ജർ മതി പറഞ്ഞിട്ട്, കാരണം ഇനി എന്ത് കൊണ്ടുവന്നാലും അത് അവിടെ സ്റ്റോപ്പ് ചെയ്യും. അവിടുത്തെ SP യും MLA യും ആരാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യും പുറത്തുനിന്ന് എന്തുകൊണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ അതിനെതിരെ കടന്ന് കച്ചറ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പിറ്റേ ദിവസമാണ് ഇത് പൊന്തിച്ച് കഴിഞ്ഞപ്പോൾ ഈ ഫ്രെയിം ഒന്നായിട്ട് മാറി. അതിൽ ഞാൻ പറഞ്ഞുതരാം. അതിൽ അന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഞാൻ, അഭിജിത്ത്, അഞ്ജു ഞങ്ങളെല്ലാവരും ഡ്രഡ്ജറിൽ കയറി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് കയറി അവിടെ എത്തിയപ്പോൾ തന്നെ ഞങ്ങളോട് പിന്നെ SP ആണെങ്കിൽ MLA പറഞ്ഞു ഇത് കോൺഫിഡൻഷ്യലാണ്, ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പുറത്ത് വിടാൻ പാടില്ല എന്ന വ്യക്തമായ കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നമുക്ക് വണ്ടി ഇരിക്കുന്ന പോയിന്റുകൾ കറക്റ്റ് അറിയാം. ഈ പറഞ്ഞ ഇന്ദ്രപാലൻ സാർ പറഞ്ഞ CP2 എന്ന പോയിന്റിൽ ഈ വണ്ടിയുണ്ട്, അല്ലെങ്കിൽ അവിടെ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ സാധ്യത. എന്നിരുന്നാലും കൂടിയിട്ടും മറ്റ് കേന്ദ്രങ്ങൾ നമ്മൾ ആദ്യം ഒരു പ്രാഥമിക തിരച്ചിൽ നമ്മൾ നടത്തും. മറ്റ് 3-4 പോയിന്റുകൾ പ്രാഥമികമായി നടത്തും. വരും ദിവസങ്ങളിൽ ആ 3-4 പോയിന്റുകളിലേക്ക് നമ്മൾ കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തും. കാരണം എന്തെന്ന് വെച്ചാൽ ആ പോയിന്റ് നമുക്കുണ്ട്, അവിടെ കുറച്ച് ആഴം കൂടുതലുണ്ടായിരുന്നു. ഇപ്പോൾ അർജുൻ്റെ വണ്ടി കണ്ടെത്തിയ സ്ഥലത്ത് അപ്പോൾ അത് വൈകുന്നേരങ്ങളിൽ മാത്രമായിരുന്നു, അവിടെ വേലി ഇറക്ക സമയത്ത് മാത്രമായിരുന്നു അവിടെ ഒരു തിരച്ചിൽ സാധ്യമാകുക. അതുകൊണ്ട് തന്നെ അവിടുത്തെ എടുക്കാൻ സാധ്യമായ മണ്ണുകളെല്ലാം അവർ നീക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും കൂടിയിട്ട് ആ മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ അവർ തുടങ്ങും. പക്ഷേ നമ്മുടെ യഥാർത്ഥ പോയിന്റ് ഇവിടെയല്ല, അവിടെയാണ് എന്നുള്ള വ്യക്തമായ പിക്ചർ നമുക്ക് തന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് നമ്മൾക്ക് മാധ്യമങ്ങളോടോ മറ്റാളോടോ പറയാനുള്ള ഒരു വിലക്ക് അവിടെ നിന്നുണ്ടായിരുന്നു. കാരണം ഒരുപാട് വ്യത്യസ്ത നിലപാടുകൾ അന്നുണ്ടായിരുന്നു അവിടുത്തെ പിന്നെ ഭരണകൂടമായാലും എല്ലാവരുമായിട്ട്. പക്ഷേ അതിനുശേഷം 3ാം ഘട്ട തിരച്ചിലിൽ പൂർണ്ണമായിട്ടും അവിടുത്തെ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അവരെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നല്ലാതെ മറ്റൊരു ഓപ്ഷൻ നമുക്കുണ്ടായിരുന്നില്ല. അവർ പറയുന്ന കാര്യത്തിൽ ഞങ്ങൾ യോജിച്ച് നിന്നു, ഞങ്ങൾ കുടുംബം ഒരുമിച്ച് യോജിച്ച് നടന്നു. ഈ കാര്യങ്ങൾ പിന്നെ അവർ പറഞ്ഞത് ഇന്ന സ്ഥലത്ത് വണ്ടി ഉണ്ട്, ഇന്ന ഭാഗത്ത് ഉണ്ട്, എക്സാക്ട് പോയിന്റ് അല്ല പറഞ്ഞത്, ഇന്ന ഭാഗത്ത് വണ്ടി ഉണ്ട്, അവിടെ തന്നെയാണ് വണ്ടി, പക്ഷേ നിങ്ങൾ ഇതൊന്നും മാധ്യമങ്ങളോട് ഇപ്പോൾ പറയരുത്. ആ ഒരു കഴിഞ്ഞ പിറ്റേന്നാണ് ഈ ആക്ഷൻ കമ്മിറ്റിക്കാരും എല്ലാവരും വന്ന് ഞങ്ങൾക്ക് അവർക്ക് SP-ക്ക് കൊടുക്കാൻ ലെറ്റർ, ഈ ഡ്രഡ്ജർ കൊണ്ട് കാര്യമില്ല, മറ്റൊരു സംഭവം കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് അവർ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ഇൻ്റർഫിയർ ചെയ്ത് അതായത് നമ്മളെ അടുത്ത് ഇൻ്റർഫിയർ ചെയ്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. നമുക്കൊന്നും ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നമുക്കറിയാം എത്രത്തോളം പിന്നെ കാത്തിരുന്നിട്ടാണ് ഈ ഡ്രഡ്ജർ അവിടെ എത്തി. കാലാവസ്ഥ വെല്ലുവിളിയായിരുന്നു, ഒരുപാട് സാഹചര്യങ്ങളെ തരണം ചെയ്തുകൊണ്ടായിരുന്നു ആ ഡ്രഡ്ജർ അവിടെ എത്തിയത്. ആ ഡ്രഡ്ജർ എത്തുന്നതിൽ രാഘവേട്ടനാണെങ്കിലും AK KC ഇവർക്കെല്ലാം അറിയാം അതിൻ്റെ ത്യാഗം സഹിച്ചിട്ടാണ് അവിടെ എത്തിയത്. അപ്പോൾ ഇങ്ങനൊരു സംഭവത്തെ അവർ തകർക്കാൻ ശ്രമിക്കുക എനിക്ക് ഉറപ്പായിരുന്നു. അന്ന് ഡ്രഡ്ജറിൽ കയറ്റി വന്നപ്പം ഞങ്ങളോട് SP MLA പറഞ്ഞ കാര്യമുണ്ട്, നിങ്ങൾ മനാഫിനെതിരെ എനിക്ക് റിട്ടേൺ കംപ്ലയിൻറ്റ് തരൂ, അദ്ദേഹം ഇതിനെല്ലാം വഴി തിരിച്ചു വിടുന്നുണ്ട്, 5 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ ഇവിടെ തുരത്താം. പക്ഷേ ഞങ്ങളിത് ചെയ്തില്ല. അത് ചെയ്യല്ലേ ഞങ്ങളത് ചെയ്തില്ല. ഞങ്ങളിപ്പോഴും പറഞ്ഞ SP MLA രണ്ടുപേരും ഞങ്ങളോട് പറഞ്ഞ കാര്യമാണ്. പക്ഷേ നമ്മൾ അതിന് കൂട്ടുനിന്നില്ല. കാരണം നമ്മളങ്ങനെ ഒരിക്കലും ചെയ്യില്ല. നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ ശരി. പക്ഷേ നമ്മൾ അങ്ങനത്തെ ഒരു കാര്യം നമ്മൾ ചെയ്തില്ല. അങ്ങനെ ഈ ആക്ഷൻ കമ്മിറ്റിക്കാർ വരികയും ഈ രീതിയിലുള്ള നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവിടെ കിട്ടും, ഞങ്ങൾക്കെല്ലാം വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അതിന് പുറത്താണ് അവിടെ നിൽക്കുന്നതും എല്ലാ കാര്യങ്ങളും. എപ്പം എങ്ങനെ കിട്ടും എന്നുള്ള എല്ലാ കാഴ്ചപ്പാട് കൂടിയിട്ടാണ് നമ്മൾ അവിടെ നിൽക്കുന്നത്. അപ്പോൾ അതിനിടയിലാണ് ഈ വക ഒരു കാര്യം ഒന്നും അറിയാത്ത ആൾക്കാർ ഇതിൽ വന്ന് ഇടപെടുകയും ഈ മനാഫ്കയ്ക്ക് ആണെങ്കിൽ പോലും അവിടെ എന്താണ് അവർ ഉദ്ദേശിച്ചത് മാൽപ്പയായിട്ടുള്ള അതെടുക്കുക, വീഡിയോ ഇടുക, അതിന് വ്യൂവേഴ്സ് കൂട്ടുക, ആ ഒരു കാര്യമാണ് അവരുദ്ദേശിച്ചത്. അപ്പം ഈ വ്യക്തമായുള്ള കാര്യങ്ങൾ ഞങ്ങൾ അവിടെ ധരിപ്പിച്ചു. അതിനുശേഷമാണ് മാധ്യമങ്ങളെല്ലാം ആ ഡ്രഡ്ജറിൽ കയറ്റിയത്. എല്ലാവർക്കും ഓർമ്മ ഉണ്ടാകും കരുതുന്നു. അതിനുശേഷം എല്ലാ മാധ്യമങ്ങളിലെയും മറ്റാൾക്കാരെയും ആ ഡ്രഡ്ജറിൽ കയറ്റുകയുണ്ടായി. പക്ഷേ ഈ കാര്യം കോൺഫിഡൻഷ്യൽ ആയിരുന്നു. ഈ കാര്യം വളരെ കോൺഫിഡൻഷ്യൽ കാര്യമായിരുന്നു. അത് നമുക്കും പറയാനുള്ള ആരോടും പറയാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ 25-ാം തീയതി രാവിലെ തന്നെ ഈ പിന്നെ ഡൈവിങ്, അതായത് ആ ഭാഗത്തു നിന്ന് ഡൈവിങ് ചെയ്ത് ഏകദേശം 2 ഇഞ്ചോളം മണ്ണ് കൈകൊണ്ട് മാറ്റിയതിന് ശേഷമാണ് വണ്ടി കണ്ടതും. ഈ വണ്ടിക്ക് റോപ്പിട്ട് കെട്ടുകയും റോപ്പിട്ട് കെട്ടി അരമണിക്കൂറിനകം അതായത് എനിക്ക് അതിൻ്റെ ഇൻഫർമേഷൻ ലഭിച്ചു, ഇത് അർജുൻ സഞ്ചരിച്ച വാഹനമാണ്, അതിനാണ് ഈ റോപ്പ് കെട്ടി വെച്ചിരിക്കുന്നത് എന്നുള്ള ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കിട്ടി, ഔദ്യോഗികമായിട്ട് നമുക്ക് കിട്ടി. പക്ഷേ അപ്പോഴും നമുക്ക് ഇത് മാധ്യമങ്ങളോട് പറയാനുള്ള
ഇതുണ്ടായിരുന്നില്ല. അന്ന് 2 മണിയാകുമ്പോഴേക്കാണ് ഈ പിന്നെ ഈ വാഹനം ഉയർത്തുന്നതും പിന്നെ പൊതുസമൂഹം ഇത് അർജുൻ്റെ വാഹനമാണ്, അതിൽ അർജുൻ ഉണ്ട് എന്നുള്ള വിവരവും അറിയുന്നത് അങ്ങനെയാണ്. അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ഈ ഞങ്ങളെല്ലാം അതിവൈകാരികമായ ഘട്ടത്തിലൂടെയാണ്. കാരണം അഭിജിത്തിനെ സംബന്ധിച്ചോളം അഭിജിത്തിനെ എടുത്തു വളർത്തിയ ഏട്ടനാണ് നമുക്ക് കാണാൻ പോലും സാധിക്കാത്ത രീതിയിൽ അതിന്ന് വന്നത്. എനിക്ക് എൻ്റെ അളിയൻ മാത്രമായിരുന്നില്ല, ഒരു സഹോദരൻ, ഇവർക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾ എങ്ങനെയാണ്. അതൊന്നും കൂടുതൽ നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഞങ്ങൾ കരഞ്ഞ് തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. മാധ്യമങ്ങൾ ആ സമയത്ത് മാധ്യമങ്ങൾ അവരുടെ ഡ്യൂട്ടി പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. അതിവൈകാരികമായിട്ടാണ് പല മാധ്യമപ്രവർത്തകരും അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. അന്നാണ് മനസ്സിലായി മാധ്യമപ്രവർത്തനം ഇങ്ങനെ ഒരു തലവും ഉണ്ടെന്ന് നേരിട്ട് കണ്ട് ഒരു വ്യക്തികളാണ് ഞങ്ങൾ. അവരും കരഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചെയ്ത ആൾക്കാരായിരുന്നു അതിൽ ഭൂരിഭാഗവും. കാരണം തുടക്കം മുതൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് ഈ മാധ്യമപ്രവർത്തകരെല്ലാവരും. അപ്പോൾ ഈ സമയത്താണ് പുള്ളി അവിടെ നിന്ന് പറയുന്നത് ഗംഗാവലി പുഴയിൽ അങ്ങനെ അർജുനെ ഇട്ടു പോകാൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഡയലോഗ് അടിച്ചതും അത് സോഷ്യൽ മീഡിയ ഏറ്റുപിടിച്ചും അതിൻ്റെ കൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ പിന്നീടുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ടായത്. അപ്പോൾ ഇതിൽ യഥാർത്ഥമായിട്ട് നമുക്ക് ചെയ്തു തന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഈ രാഘവേട്ടനും AKM, അതേപോലെ നമ്മുടെ മന്ത്രിമാർ, പിന്നെ ചീഫ് മിനിസ്റ്റർ ഈ പിണറായി വിജയൻ, സിദ്ധരാമയ്യ, DK ശിവകുമാർ, ഒരുപാട് എണ്ണിയാൽ തീരാത്ത, അതിലുപരി നന്ദി പറയേണ്ട ആണ് കേരളത്തിലെ പൊതുസമൂഹം. അവർ ഞങ്ങളുടെ കൂടെ നിന്നു. ഇതാണ് ഇതിലെ വാസ്തവം. ഇത്രയാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ നമുക്ക് എന്താ പറയുക ഇങ്ങനെ പറയാനായിട്ടുള്ളത്. കാരണം നമ്മളിത് ഒരിക്കലും ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഇനി ഈ ഒരു വിഷയത്തിൽ നിർത്തി വെച്ചാൽ ഒന്നുമില്ല. ഇനി നമ്മളെ സംബന്ധിച്ചോളം നമ്മളത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പക്ഷേ ഇതിൽ പൊതുജനങ്ങൾ ഇതിൽ കബളിക്കപ്പെടുന്നുണ്ട്. അതെ, ഒരാളിലേക്ക് മാത്രം അതിലൊന്നും നമ്മളെ സംബന്ധിച്ചോളം നമുക്കൊന്നും അതിൽ പരാതിയില്ല. ഒരാളിലേക്ക് പോകുന്നതിലും അതൊന്നും നമ്മളെ ബാധിക്കുന്ന നമ്മുടെ ഇമോഷനെ വിറ്റിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ഒരുപാട് സഹായത്തിൻ്റെ പ്രവാഹമാണ്. ഈ ഫണ്ടുകളൊക്കെ ഇവിടെ മേടിച്ച് വെച്ചാൽ ഞങ്ങൾ കോടികൾ ഇവിടെ വെക്കാനുള്ള പൈസ ഉണ്ടാവും. ഇപ്പം ആ രീതിയിൽ ആൾക്കാരാണ് നമ്മൾ ബന്ധപ്പെടുന്നത്. അതാണ് ഞാൻ പറയുന്നത്. ആൾക്കാരുടെ പേരുകളൊന്നും നമുക്ക് വെളിപ്പെടുത്താൻ താല്പര്യമില്ല. ആ രീതിയിലുള്ള ആൾക്കാരാണ് നമ്മൾ ബന്ധപ്പെടുന്നതും ഏത് രീതിയിലുള്ള സഹായത്തിനും സ്ഥലങ്ങളിലും ചെന്നിട്ട് ഞങ്ങളെ അതായത് ഒരു ദാരിദ്ര്യം പോലെ പറഞ്ഞു നടക്കും. ഞാൻ എത്രയോ പ്രാവശ്യം കാല് പിടിച്ച് ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു നടക്കരുത്, ഞങ്ങൾക്ക് നാളെ ജീവിക്കാനുള്ള പുറത്ത്. പക്ഷെ ഒന്നും കേൾക്കുന്നില്ല. ഞാൻ വേണം എൻ്റെ തെളിവുകളടക്കം വാട്സപ്പിൽ ഞാൻ കാണിച്ചു തരാം. ഇതിലൊക്കെ പറയുന്നത് എന്തായാലും ഈ കുടുംബത്തിനെ ഇവരെല്ലാം പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്നതുകൊണ്ട് ഈ ഫണ്ട് 70,000 രൂപ ഒന്നും അവന് തികയാത്തുന്ന ആകെ ആ ഒരു കമ്പനി കയറിയിട്ടുണ്ട് 1 കൊല്ലം 3 മാസമായിട്ട് എല്ലാവരും പറഞ്ഞു നടക്കുന്നത്. ആകെ 1 വർഷമായിട്ടുള്ളൂ. 1.5 വർഷമായിട്ടുള്ളൂ. ഞങ്ങൾ എല്ലാവരും പഠിത്തം കഴിഞ്ഞിട്ട് 3-4 വർഷമായി. പക്ഷെ എല്ലാവരോടും സെന്റിമെന്റ്സിന് വേണ്ടിയിട്ട് ഇല്ലാത്ത കള്ളത്തരങ്ങൾ പറഞ്ഞ് ആ സെന്റിമെന്റ്സിന്റെ മുകളിൽ കയറി ജീവിക്കുക. അല്ല, അദ്ദേഹം ജീവിക്കുന്നു, അതെല്ലാം അദ്ദേഹത്തിന്റെ പിന്നെ കാര്യം. പക്ഷേ നമ്മളെ കോട്ട് ചെയ്തുകൊണ്ട്, കുടുംബത്തിനെ കോട്ട് ചെയ്തുകൊണ്ട് ഇനി ഒരു വൈകാരികത അദ്ദേഹം സൃഷ്ടിക്കരുത്, ദയവ് ചെയ്ത് നിർത്തണം. ഇല്ലെങ്കിൽ ഞങ്ങൾക്കത് നിയമപരമായിട്ട് പോകേണ്ടി വരും. കാരണം കുറെ ബന്ധപ്പെട്ട് നേരിട്ട് നിർത്താൻ വേണ്ടിയിട്ട് നിൽക്കുന്നില്ല. അതുകൊണ്ട് മാത്രം ഞങ്ങൾ ഈ കഴിഞ്ഞ 3 ദിവസം ഞങ്ങൾ നേരിട്ട് ബന്ധപ്പെട്ട് നിർത്താൻ വേണ്ടിയിട്ട്, പക്ഷെ നിർത്തുന്നില്ല. ഓരോ ദിവസം പുതിയ 3 യൂട്യൂബ് ചാനൽ പിന്നെ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മൂപ്പരാൾക്ക് അറിയാത്ത ഏതൊരു നമ്പറിൽ നിന്ന് കോൾ വന്നാലും അത് മറ്റൊരാൾ വീഡിയോ എടുക്കും, എന്നിട്ട് അത് സ്പീക്കറിൽ ഇട്ടിട്ട് ഇങ്ങനെ ഒരു സെന്റിമെന്റ്സ് ഓഡിയോ പോലെ ഇതാക്കിയിട്ട് നന്ദി പറയുന്ന വീഡിയോസ് അതിങ്ങനെ ഡെയിലി ഇട്ടുകൊണ്ടിരിക്കുക. ഇതൊക്കെ അതാണ് ഞാൻ പറഞ്ഞത്. ആവശ്യമില്ല. അയാളെ മനാഫ് ഖാനെ സംബന്ധിച്ച് അയാളെ കാര്യം എന്തായിരുന്നു? അർജുനെ കണ്ടെത്തുക, ലോറി കണ്ടെത്തുക, പിന്നീടുള്ള അയാളെ പേഴ്സണലായിട്ട് കാര്യം. പക്ഷേ ഞങ്ങളുടെ കോട്ട് ചെയ്തത്, കുടുംബത്തിനെ മറ്റുള്ളവർ മുന്നിൽ പിന്നെ വ്യക്തിഹത്യ ചെയ്തത്, അത് തന്നെ പറയാനുള്ളത്. ഇല്ല, അല്ല, ഇപ്പോൾ പല ഫണ്ടുകളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം ഇതൊന്നും ഞങ്ങൾ അറിവോടല്ല. ഞാൻ ഇപ്പോഴും പറയണം, പണം ലഭിച്ചിട്ടുണ്ട്. അത് എന്നെ വിളിച്ച് പറഞ്ഞിട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളുണ്ട്. പണം ലഭിച്ചിട്ടുണ്ട്, അത് ഇവിടെ ഇടാം. പക്ഷേ അങ്ങനെ ഒരു പണം സ്വീകരിക്കുമ്പോൾ നമ്മളോടല്ലേ ചോദിക്കേണ്ടത്? നമ്മളോട് ചോദിക്കണ്ടേ? ആര് പണം തരികയാണെങ്കിലും നമ്മളോട് ചോദിക്കണ്ടേ? വേണോ ചോദിക്കണ്ടേ? നമുക്ക് അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ വൈകാരികതയെ വിൽക്കുന്നു എന്ന് പറയാൻ. പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞങ്ങൾ ഇതുവരെ ആരോടും പണം ആവശ്യപ്പെട്ടില്ല. ഒരാൾ പോലും ഈ പറയുന്ന വ്യക്തിക്ക് പണം കൊടുക്കരുത്. ഞങ്ങൾക്ക് പണത്തിന് ഇപ്പോൾ നിലവിൽ ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ സംവിധാനങ്ങളാണെങ്കിൽ കൃഷ്ണപ്രിയയ്ക്കും ജോലി കൊടുത്തു, മകന് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തു. മറ്റെല്ലാം സംവിധാനം എല്ലാ സാധാരണക്കാരെ വീട്ടിലുള്ള പോലെയുള്ള
സംഭവം നമ്മളെടുത്തുള്ളൂ, നമ്മളെ വീട്ടിലുള്ളൂ. അതിൽ കൂടുതലായിട്ടുള്ള ഒരു ബാധ്യതയൊന്നും ഈ വീട്ടിലും ഇല്ല. ഇതെല്ലാം ഞങ്ങൾ മുന്നേറിക്കൊണ്ട് ഞങ്ങൾ ജീവിച്ച് ഞങ്ങളതായിട്ടുള്ള ഒരു പിന്നെ കാര്യമുണ്ട്. അതിൽ മുന്നേറി പോകേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഞങ്ങളെ രീതിയിൽ വിട്ടുതരിക. ഞങ്ങൾക്ക് ജോലി സ്ഥലത്ത് പോകേണ്ടത് ആവശ്യമുള്ള, എല്ലാവരും ജോലിക്ക് പോയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. മറ്റുള്ളവരുടെ മുന്നിൽ ഞങ്ങളൊരു പരിഹാസ്യ കഥാപാത്രമായി മാറാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് വിനീതമായിട്ട് അപേക്ഷിക്കാനുള്ളത്. മനാഫിന്റെ മറ്റ് ഇനി ഈ ഫണ്ട് സ്വീകരിക്കുന്നതോ പിന്നെ അല്ലെങ്കിൽ ഈ വ്യക്തിപരമായിട്ട് അവഹേളിക്കുന്ന രീതിയിലുള്ള അർജുൻ, അതായത് ഇത് ഞങ്ങൾക്കെല്ലാം അച്ഛനാണെങ്കിലും നോക്കൂ, അച്ഛൻ പശുവിനെ വളർത്തിയിട്ടാണ് ഞങ്ങൾ ഈ കുടുംബം പോകുന്നത്. പിന്നെ ഇവർ ജോലിക്ക് പോകുന്നത്, അനിയത്തി ജോലി പോകുന്നത്, എൻ്റെ വൈഫ് ജോലി ഞങ്ങളെല്ലാവരും ഇതൊന്നും ഇവിടെ പറയാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എങ്ങനെയാണെന്നൊന്നും. ഇത് ഇനിയും ഇങ്ങനെയാണ് മുന്നോട്ടെങ്കിൽ ഞങ്ങൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും ഒരു PR വർക്കാണ് ഇതിൽ നടക്കുന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കിയത്. ആദ്യമുട്ട അങ്ങനെയല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ആദ്യം ഈ പുള്ളി ഞങ്ങൾ അതുകൊണ്ട് തള്ളി പറയാതിരിക്കാൻ കാരണം ആദ്യഘട്ടത്തിൽ അങ്ങനെയല്ലായിരുന്നു. ആദ്യഘട്ടത്തിൽ മനാഫ് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെയായിരുന്നു, ഒരേ ദിശയിലായിരുന്നു. പിന്നീടാണ് ഈ രണ്ടാം ഘട്ടത്തിന് ശേഷമാണ് അവർ വേറെ രീതിയിലേക്ക് പോവുകയും യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുകയും യൂട്യൂബ് ചാനൽ ഉണ്ടായത് ഈ ലോറി ഉടമ മനാഫ് എന്നുള്ള ഒരു പേര്, ആ ഒരു ബ്രാൻഡ് അന്നേക്ക് കയറിയിരുന്നു. അതാണ് അയാള് മനസ്സിലാക്കിയത് ശേഷമാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയത്. അതൊക്കെ അദ്ദേഹത്തിന്റെ ഈശ്വർ മാൽപ്പ ഞങ്ങൾക്ക് വേണ്ടി സഹായിച്ചിട്ടുണ്ട്. ഒന്നാം ഘട്ടത്തിൽ, രണ്ടാം ഘട്ടത്തിലും. മൂന്നാം ഘട്ടത്തിൽ അനാവശ്യമായ ഇടപെടൽ മാത്രമാണ്. അത് ഞങ്ങൾക്കും ബോധ്യപ്പെട്ട കാര്യമാണ്. അവിടുത്തെ സംവിധാനത്തിലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല പിന്നെ മാൽപ്പയെ പറഞ്ഞേക്കണമെന്നൊന്നും. ഇപ്പോഴും പറയാണ്. അത് അവിടുത്തെ ഭരണകൂടത്തിന് തന്നെ മനസ്സിലായി ഇത് വേറെ രീതിയിലേക്കാണ് തിരച്ചിൽ പോകുന്നത്. അവരവിടെ നിന്ന് ഒരു സാധനം എടുക്കുന്നു, അപ്പോഴതിന് വീട് എടുക്കുന്നു, അപ്പോൾ ഡ്രഡ്ജർ വരുന്നു, ഇങ്ങോട്ട് വരുന്നു, എടുക്കുന്നു. അതായത് നമ്മൾ കേന്ദ്രീകരിച്ച പോയിന്റിലേക്ക് തിരച്ചിൽ നടത്താൻ അനുവദിക്കുന്നില്ല. ആകെ അനുവദിച്ചത് കുറച്ച് ദിവസം. ഇതിന്റെ മുകളിൽ അത് പോവുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് പിന്നെ ഒരിക്കലും കർണാടക ഗവൺമെന്റ് ഇത് തുടങ്ങുമ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചൊരു കാര്യമുണ്ട്. ഇത് ഒരു അവസാനഘട്ട തിരച്ചിലാണ്, ഇതിൽ അപ്പുറം ഇനിയൊരു തിരച്ചിൽ സാധ്യമല്ല എന്ന പൂർണ്ണമായിട്ടുള്ള ഇൻഫർമേഷൻ ഞങ്ങൾക്ക് പാസ് ചെയ്യും. അത് കാർവാർ MLA അന്നത്തെ പത്രസമ്മേളനത്തിൽ അവിടെ വ്യക്തമായിട്ട് പറയുകയും ചെയ്ത സംഭവമാണ്. അറിയായിരുന്നു. കാരണം ഈ ഡ്രഡ്ജർ കമ്പനിക്ക് അവരുടേതായിട്ടുള്ള ഡൈവേഴ്സ് അവിടെ ഉണ്ട്. അതിൽ 2 പേരുണ്ട്. പിന്നെ അവർക്ക് വേറെ അപ്പോൾ ഇവരെയും ഈ ഡ്രഡ്ജർ കമ്പനിയുടെയും പ്രശ്നം അത് തന്നെയായിരുന്നു. അവരെ രീതിയിൽ തെരച്ചിൽ നടത്താൻ അനുവദിക്കുന്നില്ല. ഇവിടെ സാധനം കിട്ടുമ്പോഴേക്ക് ഡ്രഡ്ജർ ഇങ്ങോട്ട് വരുന്നു. അറിയാലോ, ഓരോ അത്രയും സമയം എടുക്കും ഒരു പൊസിഷൻ, ഇപ്പോൾ പൊസിഷനിലെടുത്ത് അവിടെ മണ്ണ് മാന്താൻ ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ അവർക്ക് സാങ്കേതികമായിട്ട് തടസ്സമുണ്ടായിരുന്നു. അവർക്കൊരു സംവിധാനമുണ്ട്, അവർക്ക് ഡൈവേഴ്സ് ഉണ്ട്. അപ്പം മറ്റൊരു തേർഡ് പാർട്ടി ഇൻ്റർഫറൻസ് അവർ ആഗ്രഹിക്കുന്നില്ല എന്ന് MLA SP പറഞ്ഞു. അതിൻ്റെ പുറത്താണ് പിന്നെ അദ്ദേഹത്തിന് അവിടുന്ന് മാറേണ്ട വന്ന അല്ലാതെ ഞങ്ങളായിട്ട് പിന്നെ മാൽപ്പ ഇറങ്ങണ്ടെന്ന് ആരിറങ്ങണ്ട എങ്ങനെ നടത്തണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് അവിടുത്തെ ജില്ലാ ഭരണകൂടമാണ്. അല്ലെങ്കിൽ ഇതിന് നിയോഗിച്ചിട്ടുള്ള ആളാണ്. ഞങ്ങൾക്ക് പോലും അതിനെക്കുറിച്ച് അറിയില്ല. ടെക്നിക്കലായിട്ടുള്ള ഒരു അറിവുള്ള ആൾക്കാരല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെല്ലാം ഇതിൽ സാധാരണ ആൾക്കാരാണ്. അല്ല, അത് യഥാർത്ഥ ഉടമ എന്ന് വെച്ചാൽ RC ഓണറാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ പിന്നെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് അർജുന് വേണ്ടി ആത്മാർത്ഥതയോടെ ഞങ്ങൾ കൂടെ നിന്ന്, അതായത് ഉള്ളിൽ അർജുൻ നഷ്ടപ്പെട്ടതിന് വേദനയോടെ നിന്ന ഒരു വ്യക്തിയാണ് മുബീന്. അതിന് ആ ഒരു വൈകാരികമായ തലം ഇതിലുണ്ട്. ഞങ്ങളെ മാക്സിമം അദ്ദേഹത്തിനുള്ളൊരു കടപ്പാട് ഞങ്ങൾ വെച്ചിട്ടുണ്ടായി. ഇതുവരെ ഞങ്ങൾ മനാഫിനെ തള്ളി പറയാൻ തയ്യാറായിരുന്നത്. മനാഫിന്റെ പ്രതികരണം വരുന്നുണ്ട്. അതായത് താൻ അർജുന്റെ പേരിൽ യാതൊരുവിധ ഫണ്ട് പിരിവും നടത്തിയിട്ടില്ല. അങ്ങനെ തെളിയിച്ചാൽ തന്നെ പരസ്യമായി ആർക്ക് വേണമെങ്കിലും കണ്ടറിയാം. യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അത് തന്റെ ഇഷ്ടമാണ്. തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നാട്ടുകാരോട് പറയാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അർജുന്റെ ചിതയണയുന്നതിന് മുൻപ് തന്നെ ഘോഷിക്കുന്നത് തെറ്റാണ്. അതോടൊപ്പം തന്നെ എനിക്ക് ഇഷ്ടമുള്ളത് യൂട്യൂബ് ചാനലിൽ ഇടും. അത് ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല. അർജുന്റെ അമ്മയുമായി തനിക്ക് ഇപ്പോഴും ബന്ധമുണ്ട്. 2000 രൂപ കൊടുത്തിട്ടുമില്ല. 2000 രൂപ കിട്ടിയതിന് ആ വീഡിയോ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അത് സമൂഹ മാധ്യമങ്ങൾ ഓടി നടക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയില്ല. വേണമെങ്കിൽ ഞാൻ ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരാം. ഇന്നലെ ഒരു സ്കൂളിൽ ഞങ്ങൾ കോള് വന്നിരുന്നു. ഞങ്ങൾ ഈ മനാഫിന്റെ കൈമിൽ ഞങ്ങളൊരു ഫണ്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് എനിക്ക് വന്ന കോളാണ്. അതായത് മുക്കത്ത് അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു അത് നടത്തുന്ന സംഘാടകരിൽ ഒരാൾ എന്നെ വിളിച്ചിട്ട് ഞങ്ങൾ ഒരു ഫണ്ട് കൊടുക്കുന്നുണ്ട്,
അത് നിങ്ങളെ ഏൽപ്പിക്കുമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയാണ്, ഒരു ഫണ്ടും ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന കാര്യമാണ് ഞങ്ങൾ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞത്. എല്ലാ സ്ഥലങ്ങളിലും ചെന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി കണ്ടോ ഇത്ര എപ്പോഴും മീഡിയന്റെ മുന്നിൽ നമ്മുടെ കുടുംബത്തിന്റെ കൂടെ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു നടക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ പേഴ്സണൽ വിളിച്ചിട്ട് നമ്മുടെ കൂടെ ഉണ്ട് അങ്ങനത്തെ ഒരു വർത്തമാനം നമ്മളോട് പറഞ്ഞിട്ടില്ല. നമ്മൾ മീഡിയയിലൂടെയാണ് ഇത് കാണുന്നത്. ഇവർ പറയുന്നൊക്കെ നമ്മൾ മീഡിയയിലൂടെയാണ് കാണുന്നത്. മീഡിയ വഴിയാണ്. അത് നമുക്ക് സമ്മതമില്ലാത്ത കാര്യമാണ്. അമ്മയടക്കം പറഞ്ഞു, അമ്മയ്ക്ക് ഞങ്ങൾ എല്ലാവരും അതാണ് ഞാൻ പറയുന്നത്. ഈ വ്യക്തി എങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള സംഭവം അയാൾ എങ്ങനെ തീരുമാനമെടുക്കും? അയാൾക്ക് ആരാണ് ഈ അധികാരം കൊടുക്കുക? അയാൾ പറഞ്ഞല്ലോ ഇപ്പോൾ അയാൾക്ക് തോന്നിയതുപോലുള്ള വീഡിയോ ഇടുന്നത്. ചെയ്യട്ടെ, ഞങ്ങളുടെ അർജുനെയും ഞങ്ങളുടെ കുടുംബത്തിനെയും കോട്ട് ചെയ്തുകൊണ്ടുള്ള വീഡിയോ ചെയ്യട്ടെ, നമുക്ക് അപ്പോൾ കാണാം. അത് പറഞ്ഞല്ലോ, സംസാരിച്ചു. അദ്ദേഹം നിസ്സഹാവസ്ഥനാണ്. അദ്ദേഹം പറഞ്ഞാൽ ഇയാൾ കേൾക്കില്ല. ഇതിനപ്പുറത്ത് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ പറഞ്ഞുതരാം. ഇതിനപ്പുറത്ത് എന്ത് പ്രശ്നം വരികയാണെങ്കിലും അതിനുള്ള മൊത്തം തെളിവ് എൻ്റെ കയ്യിലുണ്ട്. ആരും, അതായത് സ്വന്തം കുടുംബക്കാർ വരെ മുട്ടാളെ പറ്റി പറയുന്ന സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ആരും അതിനെ പറ്റി പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ 27-ാം തീയതി സന്ധ്യക്ക് 27-ാം തീയതി സന്ധ്യക്ക് മനാഫ് ഒരാളെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു 2.5 മാസത്തെ സെൻഡ് ഓഫ് കൊടുത്തിട്ട് വിടുകയാണ്. വലിയ ഹോട്ടലിൽ പോയി ഇഷ്ടമുള്ള ഭക്ഷണം വരികയാണ്. നാളെ അർജുൻ വന്നിട്ട് ഈ ആള് പോവുള്ളൂ. ഇവിടെയൊക്കെ എല്ലാവർക്കും ഒരു ആഘോഷമാകുമ്പോൾ ഞങ്ങൾ സങ്കടത്തിൽ നിൽക്കുമ്പോൾ അയാൾ സെൻഡ് ഓഫ് നടത്തിയിട്ടാണ് ആഘോഷിച്ചത്. ഇതൊന്നും ഞങ്ങൾക്ക് ഇവിടെ വന്ന് പറയേണ്ട ആവശ്യമില്ലായിരുന്നു, പറയിപ്പിച്ചതാണല്ലോ. ഞങ്ങളിതൊക്കെ നിർത്തിയതാണ് മെഞ്ഞാണ്. അതായത് 3 ദിവസം ഞങ്ങളെല്ലാം നിർത്തി ബാക്ക് ടു ലൈഫിലേക്ക് വന്ന ആൾക്കാരാണ്. അത് ഞങ്ങളുടെ റൂമിൽ കുറെ ആളുകളുണ്ട്. ഞങ്ങളെ കസിൻസ് ഒക്കെ റൂമിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. എന്നോട് വന്ന് പറഞ്ഞു, അമ്മേ ഞങ്ങൾ വന്നിട്ടോ, എൻ്റെ അടുത്തൊരാളെ കൊണ്ടുവന്നു, ഈ ആൾക്ക് ഞാൻ സെൻഡ് ഓഫ് കൊടുത്തതാണ്. പിന്നെ ഞങ്ങളെ സെൻഡ് ഓഫ് പാർട്ടി കഴിഞ്ഞ് വിടാണ്. 2.5 മാസത്തെ ഇതിട്ട് സെൻഡ് ഓഫ് കഴിഞ്ഞ് ഇന്ന് പിരിച്ചു വിടുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചു വരാൻ മനാഫ്ക എന്ത് വേണം ആക്കിക്കോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ഇത് നിർത്തുന്നില്ല. എങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ട് മൂപ്പരാൾ നിർത്തുന്നില്ല. ഈ എല്ലാ ദിവസവും ഞാൻ ഇന്നൊരു വീഡിയോ കണ്ട്, അതായത് ഏതൊരു സ്ത്രീ മൂപ്പരാളെ വിളിച്ചിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അർജുൻ്റെ സഹോദരൻ്റെ ഒരു നന്ദി കിട്ടിയില്ലായിരുന്നു. അപ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ, ഞാൻ ആരും നന്ദിക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്. അതൊക്കെ എൻ്റെ കുടുംബത്തിന്, അതാ പറഞ്ഞു, കുറച്ചെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിനോട് ഒരു സ്നേഹം ഉണ്ടെങ്കിൽ അത് അങ്ങനെയല്ല അമ്മേ, അവർ പറഞ്ഞത് കറക്റ്റാണ്, ഇത് ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ എന്നുള്ളത് അങ്ങനെ പറയാണ് അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത്. അതിന് മറിച്ച് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ് നിങ്ങൾ മനസ്സിലാക്കണം. ഏത് തരത്തിലുള്ള വൈകാരികതയും ചൂഷണം ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ള ഒറ്റ ഉറപ്പുള്ളൂ. ഇതിൻ്റെയൊക്കെ തെളിവ് ഞങ്ങളെടുത്ത്, ഞങ്ങൾ വെറുതെ പറയില്ല. അത് ഇതിന് പുറകിൽ എന്താ കേസ് അത് ഞങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എവിഡൻസ് ഉണ്ട്, നമ്മൾ ഫുൾ എവിഡൻസ് നമ്മളുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും എല്ലാ എവിഡൻസും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇന്നിപ്പോ കൃഷ്ണപ്രിയ വിളിച്ചിട്ട് പോലും എടുത്തിട്ടില്ല. ഞാനൊരു 10-20 മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒക്കെ റീഡ് ചെയ്യാൻ പോവുക. കാരണം മൂപ്പരാക്ക് ഇതിന് പിന്നോട്ട് പോകാൻ പറ്റില്ല. ആ ഒരു ലെവലിൽ എത്തിയതിനെ കൊണ്ട് താവുന്നില്ല. എത്ര കോണ്ടാക്ട് ചെയ്തിട്ട് നിർത്തുന്നില്ല. പിന്നെ ഈ പിന്നെ കമന്റുകൾ, നെഗറ്റീവായിട്ടുള്ള കമന്റുകൾ മാത്രമാണ് നമുക്ക് വരുന്നത്. ഈ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ പിന്നെ വിളിച്ച് ചോദിക്കുക, ഇങ്ങനെ എന്താണ് ഇവിടെ നടക്കുന്നത്, ഇങ്ങനെയൊക്കെയാണോ എന്തൊക്കെയാണെന്ന്. അപ്പോൾ അവർക്കും നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ഒരു സാഹചര്യം വരികയാണ്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ്. നമ്മൾ തകർന്നു പോയി, തുടക്കം മുതലേ നമ്മൾ തകർന്നു പോയപ്പോൾ നമ്മളെ കൂട്ടിപ്പിടിച്ച് കൊണ്ടുവരുന്നത് നമ്മുടെ ചേച്ചിയും ചേട്ടനാണ്. അപ്പോൾ അവർക്കെതിരെ എന്ത് വന്നാലും നമ്മളത് പ്രതികരിക്കും. ഇനി എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? അത് ക്ലാരിഫൈ ചെയ്യണം. ഇതിന് പുറകിൽ ആരെങ്കിലും കേസ് കൊടുക്കുകയാണെങ്കിൽ വിത്ത് ഫുൾ എവിഡൻസ് നടപടിക്ക് വേണ്ടിയിട്ടൊന്നല്ല. നിങ്ങൾ ആളുകൾ ഇതൊന്ന് സത്യം മുതൽ നടന്ന കാര്യങ്ങൾ എന്താന്നുള്ളത് എല്ലാവരും അറിയിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമാണ്. അതായത് ചില ആളുകളൊക്കെ നമ്മൾ ഒന്നും ചെയ്യാതെയാണ് ഇവിടെ വന്നിട്ട് പലതും പറയുന്നത് എന്നുള്ള രീതിയിൽ. നമ്മൾ പുഴയിലിറങ്ങി അർജുനെ പൊക്കിയിട്ടൊന്നുമില്ല. പക്ഷെ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരുടെയും സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പം ആരും കുറ്റപ്പെടുത്താൻ ഒന്നിനു വേണ്ടിയിട്ടല്ല. ഞങ്ങളൊക്കെ സാധാരണ ആളുകളാണ്. ഞങ്ങൾ ആരും ഇതിന്റെ മുന്നേ വന്നിട്ടില്ല. ഞങ്ങൾ അവസ്ഥ കൊണ്ടാണ് അന്ന് മുതൽ മീഡിയന്റെ മുന്നിൽ വന്നത്. അല്ലാതെ അറ്റൻഷൻ സീക്കറായിട്ടോ മീഡിയന്റെ മുന്നിൽ നിന്നിട്ട് എല്ലാവരുടെയും ഒരു അറ്റൻഷന് വേണ്ടി ഒന്നുമല്ല നമ്മൾ വന്നത്. നമുക്ക് നമ്മുടെ അനിയനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അന്ന് മുതൽ ഇന്ന് വരെ നമ്മുടെ ആവശ്യം അതായിരുന്നു. അതോടുകൂടി നമ്മളൊരു നന്ദി പറച്ചിൽ നിർത്തിയ കാര്യങ്ങളാണ്. അപ്പൊ പല ആളുകളും പല തലത്തിലേക്ക് ഈ ഒരു കാര്യത്തിനെ കൊണ്ടുപോയിട്ടുണ്ട്.
പല യൂട്യൂബേഴ്സ് ആണെങ്കിൽ ഈ നമ്മുടെ മാധ്യമ അതിന്റെ അടിയിൽ വന്ന കമന്റ്സിൽ നമുക്ക് മനസ്സിലാവും പലരും പല തലത്തിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത്. അതിനൊക്കെയുള്ള കാരണം നമ്മൾ അതോടുകൂടി സ്റ്റോപ്പ് ചെയ്തതാണ്. നമുക്ക് മീഡിയന്റെ ഒരു പബ്ലിസിറ്റിയോട് കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളല്ല. പക്ഷെ നമ്മളെ വെച്ചിട്ട് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളെ ആയിട്ട് ബന്ധപ്പെടാത്ത കാര്യങ്ങൾ പലതും പല രീതിയിൽ പറഞ്ഞിട്ടാണ് ഇപ്പോൾ പോകുന്നത്. നമ്മളെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്നുണ്ട്. എല്ലാവർക്കും മുന്നോട്ട് പോകണം, എല്ലാവർക്കും ജീവിക്കേണ്ടതാണ്. ഇതിനൊക്കെയുള്ള കാരണം വെച്ചാൽ ഈ ഡെയിലി വരുന്ന യൂട്യൂബുകളാണ്, അതായത് യൂട്യൂബ് ചാനലിലെ വീഡിയോസാണ്. ഞങ്ങൾ അത്ര പറഞ്ഞിട്ട് നിർത്തുന്നില്ല. പിന്നെയുള്ള ഒരു പ്രശ്നം വെച്ചാൽ ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങളെ ഏട്ടൻ്റെ ഭാര്യനെ ഇവിടുന്ന് ഒറ്റപ്പെടുത്തിയെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ചോദിച്ചു നോക്കാം, ഇവിടെ വന്നിട്ട് ഏകദേശം 2 കൊല്ലത്തിനടുത്തായി. എന്താ ഇവിടെ സംഭവം? 3 വർഷത്തിനടുത്തായി. ഇത്ര കാലം ഞങ്ങളൊന്നും കണ്ണിനെ കൊണ്ട് പോലും ഞങ്ങൾ ഇതിലായിട്ട് എൻ്റെ സ്വന്തം ചേച്ചിനെ പോലെ വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിൽ ചോദിച്ചു നോക്കാം. പക്ഷേ ആ ഒരു എൻ്റെ മൂത്ത ചേച്ചീനെ വെച്ച് പറയുന്നതാണ്, എൻ്റെ ഏടത്തിയമ്മേനെ എല്ലാവരും കൂടി ഇവിടെ ഒറ്റപ്പെടുത്തുകയാണ്, ഇതാക്കുകയാണ്, ഏട്ടനെ ചൂഷണം ചെയ്യുകയാണ്. ഇതൊക്കെ ഈ ആൾ കൊടുക്കുന്ന ഇൻ്റർവ്യൂയിലൂടെ നമുക്ക് വരുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ്. ഞാൻ ഇന്ന് പണിക്ക് പോയിട്ട് എനിക്കത് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഉണ്ടായിരുന്നു. അതേ പറഞ്ഞു, രണ്ടാമത്തെ തെരച്ചിൽ വരെ എല്ലാം ഓക്കെ ആയിരുന്നു. പിന്നീടുള്ള ഒരു ഡൈവേർഷൻ ഉണ്ടായി. ഇതിൽ നമ്മൾ ഒരു രീതിക്ക് പോകുന്നു. അദ്ദേഹത്തിന് സ്നേഹം ഉണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം ചേർന്ന് ഞങ്ങളെ കൂടെ സപ്പോർട്ട് ചെയ്യായിരുന്നു വേണ്ടിയിരുന്നത്. ഇതിന് പകരം അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ അതിലുള്ള രീതിയിൽ ഇവിടെ നിന്നില്ല കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ നമുക്കറിയാവുന്ന കാര്യം, നമ്മുടെ ഇവിടെ നാട്ടിലുള്ള ആൾക്കാരെയും കൊണ്ട് അവിടെ പോയി ഒരു സംവിധാനത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുമെന്നുള്ള കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. സമ്മതിക്കില്ല. അവിടെയുള്ള കളക്ടർ സംവിധാനം, പിന്നെ പോലീസ് സംവിധാനം അവരെന്തിന് നിൽക്കുന്നു? അവിടെ പിന്നെ തെരച്ചിൽ നടത്തിയ ഇവർക്കാർക്കൊക്കെ എന്തേ സംഭവിച്ചാൽ ആരുത്തരം പറയും? അതിന്റെ ഫുൾ ഉത്തരവാദിത്തം ജില്ലാ കളക്ടർക്കാണ് അവിടുത്തെ ഉത്തരവാദിത്തം. അവർ ഒരിക്കലും സമ്മതിക്കില്ല. ഇപ്പം മൂപ്പരാളി യൂട്യൂബ് ചാനലുകളിൽ വന്ന് പറയുന്നതിന്റെ 70% കൊള്ളത്തരാണ്. അത് ഓരോന്ന് വേണമെങ്കിലും തെളിവടക്കം ഞാൻ കാണിച്ചു തരാം. അതിലെനിക്ക് യാതൊരു പ്രശ്നവുമില്ല. എല്ലാ കാര്യങ്ങളും 70% കൊള്ളത്തരാണ്. അല്ല, അതാ ഞാൻ പറഞ്ഞത്, അത് അസ്ഥാനത്തുള്ള ഒരു അമ്പാണ്. അതിന്റെ ഒരു ആവശ്യം നിലനിൽക്കുന്നുണ്ടായിരുന്നില്ല. ഞങ്ങളത് പറഞ്ഞിട്ട് ഞങ്ങൾ ആ ഗ്രൂപ്പിൽ ആടായെന്ന് വെച്ചാൽ കുറച്ച് വ്യക്തികൾ വിളിച്ചിട്ട് നിങ്ങളിൽ നിൽക്കണം, നിങ്ങൾക്ക് മാത്രമല്ല പിന്നെ മറ്റ് ലോറിക്കാർക്കും ഇതേ അവസ്ഥ വരികയാണെങ്കിൽ പിന്നെ നിങ്ങൾ ആവശ്യപ്പെടും, അപ്പം നിങ്ങളൊന്ന് ഞങ്ങൾ കൂടെ അപ്പോൾ അതിൽ നടക്കുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ പല ആൾക്കാരും അർജുൻ്റെ പേരിൽ ഫണ്ട് മേടിക്കുന്നു. ആ ഗ്രൂപ്പിൽ നടന്ന സംഭവമാണ്. ഞങ്ങൾക്ക് തോന്നി. പിന്നെ അവർ മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നു. മുഖ്യമന്ത്രിയായിട്ട് ഞങ്ങൾക്ക് ഡയറക്റ്റ് ആക്സസ് ആണ്. ഏത് ആവശ്യം ഉണ്ടെങ്കിലും മുഖ്യമന്ത്രിയായിട്ട് എപ്പോൾ ബന്ധപ്പെടാനുള്ള എല്ലാ സാഹചര്യവും അദ്ദേഹം ഒരുക്കി തന്നിട്ടുണ്ട്. അദ്ദേഹം നേരിട്ട് ഒരുക്കി തന്ന സംഭവം മുഖ്യമന്ത്രിയായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെടാനുള്ള. അപ്പം ഇവിടുന്ന് ഇവർ പോയപ്പം ഇവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള ആൾക്കാർ അവരൊന്നും അറിഞ്ഞിട്ടില്ല ഇങ്ങനൊരു സംഭവം. അപ്പോൾ അവർക്കതെല്ലാം ഭയങ്കര ഷെയിമായിട്ട് ഫീൽ ചെയ്തു. അവരൊന്നും അറിയാതെ അപ്പോൾ അവരെ കരുതി കുടുംബവും കൂടി സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇവർ മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നതെന്ന് വിചാരിച്ചിട്ടാണ് അവർ നിൽക്കുന്നത്. അപ്പം ഞങ്ങളതെല്ലാം ഇങ്ങനെ ക്ലാരിഫൈ ചെയ്ത് കൊടുത്തപ്പോഴാണ് ഈ കഥകളൊക്കെ അവരറിയുന്നത്. ഇവർ ഇന്ന കാര്യത്തിൽ കാരണം ഡ്രഡ്ജർ എത്തിക്കുക എല്ലാം ചെയ്യാന്ന് പറഞ്ഞ പിന്നെയും നമ്മൾ മുഖ്യമന്ത്രിയെ പോയിട്ട് ബുദ്ധിമുട്ടിച്ചിരിക്കുന്നത് എന്ത് കാര്യം? എന്താ അർത്ഥമുള്ളതിൽ? നടക്കാത്ത കാര്യം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് പിന്നെയും അവരെ പോയിട്ട് പ്രഷർ ചെയ്യാൻ വല്ല കാര്യമുണ്ട്? അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ല. ഞങ്ങൾ ആ ഗ്രൂപ്പിൽ നിന്ന് അപ്പോൾ തന്നെ ലെഫ്റ്റ് അടിച്ച് കാര്യം പറഞ്ഞു, ഇങ്ങനത്തെ ഒരു ആവശ്യം നിലവിലില്ല, നിങ്ങൾ ഇത് പിരിച്ചുവിടണം എന്ന് അഭ്യർത്ഥിച്ച് ഞങ്ങൾ ആ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. അതാണ് ആക്ഷൻ കമ്മിറ്റി ഇതുണ്ടായത്. പിന്നെ അവരെ ഇടപെടലുകൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സംഘടന ഒരു സംഭവം അവർക്ക് ആഗ്രഹം ഇത് തന്നെയായിരുന്നു. ഇവിടെ നിന്നുള്ള ഡ്രഡ്ജർ കൊണ്ടുപോകണം, ഇവിടെ നിന്നുള്ള ആൾക്കാർ പോയിട്ട് മുങ്ങി തപ്പണം, മാൽപ്പ ഇറങ്ങി തപ്പണം. ഈ ആൾക്കാർ തന്നെയാണ് പറഞ്ഞത് രണ്ടാം ഘട്ട തെരച്ചിൽ മുങ്ങിയിട്ടുള്ളൊരു തെരച്ചിൽ സാധ്യമല്ല എന്ന് പറഞ്ഞത് ഇവരൊക്കെ തന്നെയാണ്. രണ്ടാം ഘട്ടത്തിൽ മുങ്ങിത്തപ്പലിന് ശേഷം ഈ ആൾക്കാർ പറഞ്ഞു ഇനി ഇവിടെ മുങ്ങി തപ്പിയിട്ട് ഒരു കാര്യമില്ല. പക്ഷേ അതിന് ശേഷം ഇങ്ങനെ ഒരു മിഷൻ ഞങ്ങൾ, അതായത് ഇത്ര കഷ്ടപ്പെട്ട മിഷൻ അവിടെ എത്തിയിട്ടും എല്ലാവരും അതിൻ്റെ കൂടെ മുങ്ങുക. പിന്നെ ആ ഒരു മിഷൻ്റെ വർക്കിംഗ് നിൽക്കുകയാണ്. ആകെ ഒരു കുറച്ച് ദിവസത്തെ ഇത് മാത്രമേ ഞങ്ങൾക്ക് തന്നിട്ടുള്ളൂ. പിന്നെ ഇതൊരു സംഭവം കിട്ടിയതിന് ശേഷം എല്ലാവരും വീഡിയോയിലും ഇങ്ങനെ പറയുക, അതായത് ഈ ഒരു ട്രഡ്ജർ വരാൻ ഞാൻ അത്രയും കഷ്ടപ്പെട്ടിരുന്നു. ആ ഒരു ട്രഡ്ജർ എത്താൻ അയാളുടെ ഭാഗത്തു നിന്ന് 1% പോലും എത്തിയിട്ടില്ല. അങ്ങക്ക് വേണമെങ്കിൽ അഷ്റഫ് എംഎൽഎനോടോ ആരോട് വേണം ചോദിക്കാം. അല്ല, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ആത്മാർത്ഥതയോട് അർജുന്റെ പേരിലല്ല. അല്ലല്ല, ആ ഗ്രൂപ്പിൽ കിടന്ന അറിയണോ? ആ ഗ്രൂപ്പിൽ അവരറിഞ്ഞുകൊണ്ടല്ല, മറ്റാൾക്കാരൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ട് പല വിഷമം ഉണ്ടായി. അതുകൊണ്ടാണ് ഞങ്ങൾ ആ ഗ്രൂപ്പിൽ നിന്നൊക്കെ പോരാൻ കാരണം.
അവരെ ഇതെങ്ങനെയാണ് നിങ്ങൾ നോക്കി കാണുന്നത്? കാരണം അവരിവരൊക്കെ ഒറ്റ ടീമാണോ? ഇവർ ഈ പ്രവർത്തിക്കുന്നത് മനാഫിന്റെ ടീം അതാണ് മനാഫ് പറയുന്നത് എന്തോ അത് വിശ്വസിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. എന്നിട്ടാണ് അവിടെ അന്ന് പിന്നെ ഡ്രഡ്ജർ എത്തിയ സമയത്ത് വന്നിട്ട് എന്നോട് കയർക്കുന്ന അവസ്ഥ ഉണ്ടായത്. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ് കാരണം ഞങ്ങൾ ഇത് എവിടെ പോയിന്റ് അടക്കം ഞങ്ങൾക്ക് ഇൻഫോം ചെയ്തിട്ടാണ് ഞങ്ങളവിടെ നിൽക്കുന്നത്. ആ ഒരു സമയത്താണ് ഇവർ SP-ക്ക് ലെറ്റർ കൊടുക്കാനും അവരാവശ്യം എന്തായിരുന്നു, നാട്ടിൽ നിന്ന് 20 ആൾക്കാർ വന്ന് തരണം. അതായിരുന്നു അവരാവശ്യം. അതിന് ഈ ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യം നാട്ടിൽ നിന്ന് 20 ആൾക്കാർ വന്ന് തരണം. സാധ്യമായിട്ടൊരു കാര്യമാണോ എന്ന് നമുക്ക് കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന സംഭവമുള്ളൂ. ഈ ലോറി കിട്ടുന്നതിൻ്റെ തലേ ദിവസം വൈകുന്നേരം ഞാൻ അങ്ങനെ നടക്കുമ്പോൾ അവിടെ കണ്ട കാഴ്ച എന്താ വെച്ചാൽ ആക്ഷൻ കമ്മിറ്റിയായിട്ട് എൻ്റെ അളിയൻ്റെ കച്ചറയാണ്. കാരണം അവരെ ഇടപെടൽ കാരണം അവർ ട്രഡ്ജർ അവിടെ നിന്ന് പോകും. അങ്ങനെ ഒരു സന്ദർഭം വരാതെക്കാൻ വേണ്ടിയിട്ട് അവിടെ പ്രശ്നങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്. അതായത് കേരളത്തിലുള്ള ആൾക്കാർ അറിയാത്ത കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ എല്ലാവരോടും പറയുന്നത് എന്താ വെച്ചാൽ ഈ ഒരു ട്രഡ്ജർ എത്തിക്കാൻ ഞാൻ അത്രയും കഷ്ടപ്പെട്ട് അവിടെ പോയി ഇവിടെ പോയി ആൾക്കാരുടെ മനസ്സിൽ സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാക്കി ഞങ്ങളെ വിറ്റിരിക്കും. ഞങ്ങൾ ഇത് പറയേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ ഇത് നിർത്തുന്നില്ല, ഇനിയും ഇത് തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങൾ കുറേ ആൾക്കാരോട് ചോദിച്ച് ഇതിനെന്താ ഒരു പരിഹാരം. അപ്പോൾ അവർ പറഞ്ഞതാണ് ഇങ്ങനെ ഒരു മീഡിയ വഴി പുറത്ത് വിട്ടാൽ അല്ല മീഡിയ ഞങ്ങൾക്ക് ഇതിൽ വിവാദത്തിൻ്റെ അല്ല, ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പിന്നെ ഭാരം ഒഴിച്ചു വെക്കുക, ഞങ്ങളെ കാര്യം അറിയിക്കുക. ഇനി ഇതിന്റെ മുകളിൽ കമന്റ് ഇടേണ്ടവരോ വിമർശിക്കേണ്ടവരോ എല്ലാവരും വിമർശിച്ചോളൂ, ഒരു കുഴപ്പമില്ല. കാരണം ഞങ്ങളെ വിശ്വസിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അത് ഒന്നും പറയാതെ നമുക്ക് കിട്ടിയില്ല. അതെ, വിമർശിച്ചോളൂ, എല്ലാവരും വിമർശിച്ചോളൂ. പക്ഷെ ഞങ്ങളിപ്പം മനസ്സിൽ നിന്ന് വലിയൊരു ഭാരം ഇറക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, അത് മതി. ഇതുവരെ കൂടെ നിന്ന് എല്ലാവർക്കും, കാരണം ഞങ്ങൾ മാത്രം വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ ലോറി ഉടമകൾ വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു സംവിധാനം വിചാരിച്ചിട്ടോ കാര്യമില്ല, എല്ലാവരും കൂടി വിചാരിച്ചിട്ടാണ്. അപ്പം കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി. ഇനി ഇതിന്റെ ഒരു ഭാഗത്ത് നിന്ന് ഞങ്ങൾ മീഡിയനെ കാണുന്നുണ്ട്. ഇനി മീഡിയനെ അങ്ങനെയല്ല, ഇനി നമുക്ക് ഞങ്ങളെല്ലാം സാധാരണ ജീവിതത്തിൽ അതായത് ഞങ്ങളുടെ കുടുംബത്തിന്റെ റണ്ണിംഗ് ആണോ, ആവശ്യം നിലവിലുണ്ടോ അറിയില്ല. അത് ഈ പ്രവർത്തനം ഇനി അർജുന്റെ കുടുംബത്തിന് ആവശ്യമില്ല. അത് നിലനിൽക്കുന്നുണ്ടോ റണ്ണിംഗ് ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു ഇനി ഉണ്ടോ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെതിരെ അവരോട് പറയാനുള്ളത് നമുക്ക് അർജുനെ ലഭിക്കുകയായിരുന്നു ആത്യന്തികമായി കർത്തവ്യം. അത് നമുക്ക് ലഭിച്ചു, കാര്യങ്ങൾ കഴിഞ്ഞു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇനി അങ്ങനെ ഒരു ഇടപെടൽ ഇല്ല എന്നാണ്. ഇനി ഉണ്ടെങ്കിൽ അതെല്ലാം നിർത്തി വെച്ചിട്ട് പിന്നെ നമ്മളെല്ലാം സാധാരണ പോലെ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ ഉള്ള എല്ലാ സംവിധാനവും നിങ്ങൾ ഒരുക്കി തരണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അല്ല, അങ്ങനെ പറയുന്നില്ല, അങ്ങനെ ഞങ്ങൾ പറയുന്നില്ല. ഇവിടെ എല്ലാവരും ഇടപെടലുണ്ട്, പക്ഷെ അനാവശ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അതിനെ നമ്മൾ പ്രതികരിച്ചിട്ടുള്ളൂ. അല്ല, അത് ഞാൻ പറഞ്ഞുതരാം. അതിൽ വ്യക്തമായ സാങ്കേതിക കാരണം ഉണ്ടായിരുന്നു. ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം എന്താ ട്രഡ്ജർ എത്തില്ല, വ്യക്തമായിട്ടുള്ള കാരണം ഞങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളൊരു സംവിധാനത്തിന് എത്ര വരെ നമുക്ക് തള്ളി പറയാൻ പറ്റും? അവർ ശ്രമിച്ചു, പക്ഷെ നമ്മൾ ആ ശ്രമത്തിന് കാരണം ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ അത് പിന്നെ ചെയ്യുന്നതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന രാഘവേട്ടനാണെങ്കിലും ഈ പറയുന്ന AKM ആണെങ്കിലും ഒക്കെ ഞങ്ങളുടെ കൂടെ നിന്നിട്ട് ഇതിന് സിദ്ധരാമയ്യ ഉറപ്പ് തന്നു. അതിലപ്പുറം ഇനി എനിക്ക് ഉറപ്പ് തന്നു. കുടുംബത്തിൻ്റെ ഭാഗമായിട്ട് ഞാനായിരുന്നു പോയിരുന്നത്. അത് എനിക്ക് തന്ന ഉറപ്പ് എന്ന് വെച്ചാൽ ട്രഡ്ജർ കൊണ്ടുവരും, തിരച്ചിൽ ആരംഭിക്കും, അർജുൻ എടുക്കും എന്നുള്ള ഉറപ്പാണ് തന്നത്. ഇല്ലല്ല, ആരും ഉണ്ടായിരുന്നില്ല. കേരള മുഖ്യമന്ത്രി അതുപോലെ കർണാടക മുഖ്യമന്ത്രിയൊക്കെ കാണുന്നത് കുടുംബം രാഘവേട്ടനെ പോലുള്ള ജനപ്രതിനിധികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ വേറെ പുറത്തുനിന്ന് വേറെ ആരുമില്ല. ഇല്ല, ആരുമില്ല, പുറത്തുനിന്നുള്ള ഒരാളുണ്ടായിരുന്നില്ല. യാതൊരു ബന്ധവും. പക്ഷേ ഈ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ട്രഡ്ജർ ഞാൻ എത്തിച്ചത് എത്ര കഷ്ടപ്പെട്ടിട്ടുള്ള രീതിയിലാണ് എല്ലാ ഇന്റർവ്യൂവും കാര്യങ്ങളും. അത് ഫേക്ക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ജനങ്ങളിലെ എത്തിക്കാം. ഭയങ്കര ഫേക്ക്. അല്ല, ഈ ഒരു വൈകാരിക തലത്തിൽ അത് ജനങ്ങൾ വിശ്വസിക്കുകയും ചെയ്തു. നമുക്ക് ആരും കുറ്റം പറയാൻ പറ്റില്ല. കാരണം രംഗത്ത് വരുന്ന കാരണം ഞങ്ങൾ അവിടെ ചോദിക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിലല്ലായിരുന്നു. ഞങ്ങൾക്ക് അതിൽ പിന്നെ ഇങ്ങനെ ഒരു കാര്യങ്ങൾ പറയാൻ പറ്റിയ ഒരു അവസ്ഥയിലായിരുന്നില്ല. കുടുംബമാണെങ്കിലും ഞങ്ങൾ ആ സമയം എന്ന് പറഞ്ഞാൽ അത്രയും വൈകാരികമായിട്ടുള്ളൊരു സമയത്തൂടെയാണ് ഞങ്ങൾ കടന്നു പോയിരുന്നത്. ഞങ്ങൾ എപ്പോഴും ഒരുമിച്ച് സംസാരിച്ചു, കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് കരഞ്ഞു. ഇത് നമ്മൾ പിന്നെ അവിടുത്തെ അതാണ് ഞാൻ പറഞ്ഞത്, മാധ്യമപ്രവർത്തകർ ഉചിതമായ ഒരു തീരുമാനം. ഞങ്ങൾ ആ സമയത്ത് മയക്കം കൊണ്ട് ആരും വന്നില്ല. പിന്നെയും വരുമ്പോൾ ഞങ്ങൾ കരഞ്ഞു പോയി. പക്ഷേ അങ്ങനെയല്ല, അതാണ് മാധ്യമങ്ങൾ കൂടെ പിന്നെ ഇവിടെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, അർജുനെ ഇവിടെ കിടത്തിയപ്പം എല്ലാ മാധ്യമപ്രവർത്തകരും വന്ന് പുഷ്പാർച്ചന നടത്തിയൊരു വികാരം വരുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു. ഞങ്ങളിപ്പോഴും പറയാറുണ്ട്,
മാധ്യമപ്രവർത്തനമല്ല, അതിനുപരി അർജുൻ്റെ കൂടെ നിന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവായിരുന്നത്. ഞങ്ങൾ വളരെ നന്ദി കടപ്പാട് അതിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇതൊരു പക്ഷേ ഞങ്ങളെ ഒരു പക്ഷേ അല്ല, ഇത് ഞങ്ങൾ അവസാനം മീഡിയനെ കാണുന്നതാണ്. ഞങ്ങളെ കാര്യങ്ങൾ ഞങ്ങൾ ശേഷം വന്നിട്ടില്ല, ഞങ്ങൾ നിർത്തിയൊരു കാര്യമാണ്. പക്ഷേ ഒരാളെ എത്ര ബന്ധപ്പെട്ടിട്ടും മിണ്ടുന്നില്ല, തിരിക്കുന്നില്ല. കാരണം അവരതിനനുസരിച്ച് പൊക്കുക. എന്തായാലും ഞങ്ങളെ നെഞ്ചത്ത് കയറി പോവുക. അവരെ കുടുംബക്കാർ പോയി നോക്കി, അവരെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്ത്, പക്ഷേ ഒന്നും ഫലം കാണാതെ ആകുമ്പോഴാണ് ഇന്നും എത്ര വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ടെന്ന് യൂട്യൂബിൽ മനസ്സിലാവും. എത്ര വീഡിയോസാണ് മുപ്പയാൾ യൂട്യൂബ്സിൽ വരുന്നത്. ഇതൊക്കെ ഞങ്ങൾക്കതൊരു ഭയങ്കര പ്രശ്നമായിട്ട് വരികയാണ്. ഓക്കെ, അതില്ല, നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ ആണ്. പൈസ സ്വരൂപിക്കുന്നത് ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടുള്ള രീതിയിലാണ്. പൈസ കളക്ട് ചെയ്ത് നിൽക്കില്ല, പല ആൾക്കാർ ഇവർക്ക് കൊടുക്കുകയാണ്. മനാഫ്ക നിർബന്ധിച്ചിട്ടായിരിക്കില്ല, അയാൾ നിർബന്ധിച്ചിട്ട് പൈസ മേടിക്കുന്നതായിരിക്കില്ല. ചില അങ്ങനെയല്ല, ഈ അർജുൻ്റെ കുടുംബത്തിന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും കൊടുക്കുന്നുണ്ടാവും. അതാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അർജുൻ്റെ മോനൊരു ഫണ്ട് ഉണ്ട്, കുറച്ച് കുറേ ആൾക്കാർ തന്നിട്ടുണ്ട്, ഞാൻ അവൻ്റെ മോനെ മേലിൽ ഡെപ്പോസിറ്റ് ഇടാം എന്ന് എന്നോട് പറയാൻ കാരണം അതായിരിക്കാം. അദ്ദേഹം മനഃപൂർവ്വം മേടിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല.